In this section, we are going to discuss some problems from permutation and combination. Okay, welcome all of you to this class. And we have already studied that permutation and combination in our first year classes. And let us solve some questions from this topic, okay, in this session. See the first question in this one. What is that question? Find the value of n plus 1 C2 plus 2 into 2C2 plus 3C2 plus etc. plus nC2. Actually, this question related to the binomial coefficients. നമുക്കറിയാം binomial coefficients എന്താ സാധാരണ എഴുതുന്നത് എന്താ NCR എന്നാണ് നമ്മൾ എഴുതുന്നത് NCR. And NCR means n factorial divided by r factorial into n minus r factorial, that we know. And based on that combinational value or binomial coefficients, we have to find the sum of this one. Find the value of n plus 1 C2. The first term in this one is n plus 1 C2. And the remaining terms are 2 into 2C2 plus 3C2 plus etc. plus nC2. നമ്മുടെ കയ്യിലൊരു ഫോർമുല ഉണ്ടല്ലോ NCR plus NCR plus 1 is equal to n plus 1 CR plus 1. പക്ഷെ അങ്ങനെയല്ലല്ലോ ക്വസ്റ്റിൻ്റെ അകത്ത് കിടങ്ങുക 2C2 plus 3C2 പ്ലസ് അടുത്തത് അപ്പോൾ 4C2 ആയിരിക്കും, അതിൻ്റെ അടുത്തത് 5C2 ആയിരിക്കും എക്സെട്ര. ദ ലാസ്റ്റ് ടേം ഈസ് NC2 ആണ്. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന രീതിയിലല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കിത് കമ്പൈൻ ചെയ്യാമായിരുന്നു. ഫസ്റ്റ് വൺ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, n plus 1 C2 അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് പ്ലസ് 2 ഇൻറ്റു ഈ 2C2ൻ്റെ വാല്യൂ എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 2C2? നമുക്കറിയാമല്ലോ, ദാറ്റ് ഈസ് 1. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 3C2? 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. 2 ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ അത് 3 വരും. സോ ആഡിങ് ദീസ് ടു വാല്യൂസ് വി വിൽ ഗെറ്റ് 4. അപ്പോൾ അടുത്ത ടേം 4C2നോട് കമ്പൈൻ ചെയ്യാനുള്ളത് ഒരു 4 ആണ്. അപ്പോൾ 4C2നോട് നമുക്ക് 4 കമ്പൈൻ ചെയ്യണമെങ്കിൽ 4C1 വെച്ച് കമ്പൈൻ ചെയ്യാം. പക്ഷേ ആൻസർ 5C2 എന്ന് വന്ന് തൊട്ടടുത്ത ടേമുമായിട്ടും ആഡ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ലെറ്റ് us റൈറ്റ് ദിസ് 4 ആസ് 4C3 എഴുതിയാലോ. 4C3 പ്ലസ് 4C2. നെക്സ്റ്റ് ടേം ഇൻ ദ ഗിവൺ സീരീസ് ഈസ് 4C2. അതിൻ്റെ അടുത്ത ടേം 5C2 എക്സെട്ര. ഇങ്ങനെയാണ് പോകുന്നത്. ദ ലാസ്റ്റ് ടേം ഈസ് nC2, റൈറ്റ്? അപ്പോൾ 4C3 പ്ലസ് 4C2 we can apply this formula NCR plus NCR plus 1. What is that? n plus 1 CR plus 1. So നമുക്ക് 4ൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ 5 വരും. സഫിക്സിലെ ഉള്ളതിൽ വലിയ വാല്യൂ എടുക്കണം, 2ഉം 3ഉം 5C3 വരും. അടുത്ത ടേം നമുക്ക് കമ്പൈൻ ചെയ്യാനുള്ളത് ആരാ? 5C2. സോ വി ക്യാൻ കമ്പൈൻ ദീസ് ടു ടുഗെദർ, വി വിൽ ഗെറ്റ് 6C3. അപ്പോൾ ഇവിടെ ഇനിയും വരാൻ പോകുന്ന ടേം 6C2 ആണ്. അപ്പോൾ ഇതും കമ്പൈൻ ചെയ്താൽ നമുക്ക് 7C3 എന്ന് വരും. സോ കണ്ടിന്യൂയിങ് ലൈക്ക് ദിസ് വി വിൽ ഗെറ്റ് ദ എൻറ്റയർ കോമ്പിനേഷൻ ഫോർ ദ സെക്കൻഡ് വൺ ആസ് n plus 1 C2 പ്ലസ് 2 ഇൻറ്റു എല്ലാത്തിനോടും കൂടെ ഒരു 1 ആഡ് ചെയ്താണ് വരുന്നത്. 5 6 ആയി, 6 7 ആയി. അപ്പോൾ n ആരാകും? n plus 1 ആകും. n plus 1 C2. ഓക്കെ, so n plus 1 C2 plus 2 into n plus 1 C2 അല്ല, n plus 1 C3. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് ടേമും ഇതോടെ ഒന്ന് കമ്പൈൻ ചെയ്യാം. ഓക്കെ, n plus 1 C2 പ്ലസ് n plus 1 C2 പ്ലസ് 2 ഇൻറ്റു n plus 1 C3 എന്നാണ് നമ്മൾ കമ്പൈൻ ചെയ്തേക്കുന്നത്. ഇസ് ഇറ്റ് കറക്റ്റ്? n plus 1 C2 plus 2 into n plus 1 C3. Okay. So, n plus 1 C2. ഇവിടെ 2 ടേം ഉണ്ട്, n plus 1 C3. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് n plus 1 C2 plus n plus 1 C3 പ്ലസ് ഒരു n plus 1 C3 എന്ന് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് n plus 2c3 and the last term is again n plus 1c3. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ ചെറുതായി, ഷോർട്ടായി, പക്ഷേ എന്നാലും നമ്മുടെ ഓപ്ഷനിലേക്ക് എത്തിയില്ല. നമുക്കിതിൻ്റെ എക്സ്പാൻഷൻ എടുക്കാം. n plus 2 factorial by 3 factorial into the remaining terms എത്ര വരും? n plus 2 factor, combining these two, n plus 2 c3, n plus 1 c3. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് നോക്കിയേ ഇതൊന്ന്. നമുക്ക് എൻ സി ടുവിൻ്റെ ഫോർമുല എന്താ? എൻ സി ടുവിൻ്റെ ഫോർമുല എന്താ? n ഇൻറ്റു n മൈനസ് 1 ബൈ 1 ഇൻറ്റു 2. അങ്ങനെയാണ് n പ്ലസ് 2 സി ത്രീയുടെ ഫോർമുല എന്താ? n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n ഡിവൈഡഡ് ബൈ 1 2 3. ഓക്കെ, അടുത്തതും n പ്ലസ് 1 സി ത്രീ ആണ്. അപ്പോൾ n പ്ലസ് 1 ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 ബൈ 1 2 3. ഇതാണ് ബെറ്റർ. മുമ്പത്തെ പോലെ ഫാക്ടോറിൽ അപ്ലൈ ചെയ്ത സമയം പോകും. നമുക്കതുകൊണ്ട് എൻ സി ടുവിന് ഈ ഷോർട്ട് ഫോർമുല, എൻ സി ത്രീയുടെ ഷോർട്ട് ഫോർമുല n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഡിവൈഡഡ് ബൈ 1 2 3 നമുക്ക് ഉപയോഗിക്കാം. അപ്പോഴും ആൻസർ ആയില്ല. ഇതിൻ്റെ അത് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഒരു n ഉണ്ട്, n പ്ലസ് 1 ഉണ്ട്. ഓക്കെ, താഴെ 6 ഉണ്ട്. സോ ടേക്ക് ദാറ്റ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 1 2 3 ആസ് കോമൺ ഫാക്ടർ ഫോർ ദീസ് ടു, ആൻഡ് the next term is n plus 2 by 1 plus n minus 1. Okay, n plus 2 plus n minus 1. Simplify ചെയ്തതെന്ന് 2ഉം 1 ക്യാൻസൽ ചെയ്ത് എത്ര വരും? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2 പ്ലസ് n മൈനസ് 1. എന്നും എന്നോട് ആഡ് ചെയ്താൽ എത്ര വരും? 2n പ്ലസ് 1 divided by 1 2 3. That is what? 6. n into n plus 1 into 2n plus 1 divided by 6. And see the option of this one, n into n plus 1 into 2n plus 1 divided by 6. That is the answer of this one, option B. ഇതിപ്പം നമ്മൾ ചെയ്തപ്പം ഇച്ചിരി ലെങ്തി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതെങ്ങനെ ഷോർട്ടായിട്ട് ചെയ്യാമെന്ന് നോക്കാം. How can we solve this one in a single step? നമുക്കൊരു സിംഗിൾ സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. So in this expansion, let us assume ഇതൊരു ജനറൽ സീരീസ് ആയിരുന്നു. ഈ ജനറൽ സീരീസിനെ നമുക്ക് ഒരു സാധാരണ സീരീസ് ആക്കി നമുക്കൊന്ന് മാറ്റിക്കാം. അതായത് എന്നിന് അസ്യൂം n is equal to 2 ആണെന്ന് എടുക്കാം. ഒത്തിരി ടേമുകളൊന്നും എടുത്തിട്ടില്ല, n is equal to 2 വരെയുള്ളൂ. അപ്പം നമുക്ക് ആദ്യത്തെ ടേം വരേണ്ടത് n is equal to 2 ആയിരുന്നെങ്കിൽ 2 plus 1 c2 വരും, അതായത് 3 c2 എന്ന് വരും. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ടേം ഇൻ ദിസ് വൺ 2 ഇൻറ്റു അകത്ത് ഒരു ടേം വരെ എടുത്തുള്ളൂ, n 2 വരെ പോയിട്ടുള്ളൂ. ഈ n 2 ആണെങ്കിൽ ഫസ്റ്റ് ടേം മാത്രമേ കാണത്തുള്ളൂ, 2 c2 എന്നും വരും. 3 c2 എല്ലാവർക്കും അറിയാം, എത്രയാണ് വാല്യൂ? 3 ആണ്. 2 ഇൻറ്റു 2 c2, 2 c2 1 ആണ്. 3 പ്ലസ് 2, ആൻസർ കിട്ടേണ്ടത് 5 ആണ്. പക്ഷേ ഓപ്ഷൻ്റെ അകത്ത് ആൻസർ 5 ഒന്നുമില്ല, അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏതാണ് അസ്യൂം ചെയ്തത്? n-ന് 2 ആണ് അസ്യൂം ചെയ്തത്. n-ന് 2 കൊടുത്താൽ ആൻസർ 5 വരുന്ന ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. n-ന് നമ്മൾ 2 കൊടുത്തപ്പം n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n-ന് 2 കൊടുത്താൽ 2 ഇൻറ്റു 3 ഇൻറ്റു 2n പ്ലസ് 1, 2 ഇൻറ്റു 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. സോ ഈ ഓപ്ഷൻ അല്ലേ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ബാക്കി ഓരോ ഓപ്ഷനും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല, 5 എന്നുള്ളൊരു ആൻസർ തരത്തില്ല. സോ വി ക്യാൻ സോൾവ് ദിസ് വൺ ഈസിലി. ഓർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്കിതിനെ ഇച്ചിരി ലെങ്തി ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്താം. ഐ തിങ്ക് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ഈസി ബൈ യൂസിങ് ദ ഷോർട്ട് മെത്തേഡ് ദാറ്റ് അസ്യൂം n is equal to 2. And that method is called convert the general problem into a particular question by selecting a value for n and using that same value in the option also. Which one satisfies the right answer, then that will be the right option of this question. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം.
The next one is also related to another a series 30 into 30C0 plus 29 into 30C1 plus 28 into 30C2 etc. etc. The final term is 30C29. അപ്പോൾ ഇതൊരു സമ്മേഷൻ ആയിട്ട് എഴുതുമ്പം n into 2 raised m എന്ന് വരും. Then find the value of m plus n. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ ഒരു ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻ ആണ്. വി ഷുഡ് റൈറ്റ് ദ ന്യൂമറിക്കൽ വാല്യൂ ഫോർ ദിസ് വൺ. പ്രീവിയസ് വണ്ണിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ്റെ അകത്ത് വേരി ചെയ്ത് വരുന്ന ആരൊക്കെയാണ്? 30 മാറി 29 ആയി, 28 ആയി, അവസാനം അത് 1 ആയി. ഓക്കെ, ആൻഡ് 30C0, 30C1 എക്സെട്ര 30C29 ആയി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ ഒരു ജനറൽ സീരീസ് ആയിട്ട് എഴുതാം. സിഗ്മ r is equal to 0 to 30. നമുക്കൊരു കാര്യം ചെയ്യാം, 30 മൈനസ് r എന്ന ആദ്യത്തെ ടേം എഴുതാം, ഇൻറ്റു ദ പ്രിഫിക്സ് ഈസ് ഫിക്സഡ് ദർ 30CR. നമുക്കിങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഇസ് ഇറ്റ് കറക്റ്റ്? ഫസ്റ്റ് ടേം ഉണ്ടായത് എങ്ങനെയാണ്? ആറിന് 0 കൊടുത്തു, 30 മൈനസ് 0 ഇൻറ്റു 30C0. ഓക്കെ, ദറ്റ് ഫസ്റ്റ് ടേം ഈസ് ഓക്കെ. അടുത്ത ടേം ആറിന് 1 കൊടുത്തു, സിഗ്മയ്ക്ക് ആറിന് 1 കൊടുത്താൽ 29 ഇൻറ്റു 30C1. ഓക്കെ, എക്സെട്ര. നമ്മുടെ റിക്വയർഡ് സം എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം സിഗ്മ r is equal to 0 to 30, 30 മൈനസ് r ഇൻറ്റു 30CR എന്ന് എഴുതി. ഓക്കെ, നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് സിഗ്മ r is equal to 0 to 30, 30 ഇൻറ്റു 30CR മൈനസ് സിഗ്മ r is equal to 0 to 30. അടുത്ത ടേം ആരാ? r, സ്മോൾ r ഇൻറ്റു 30CR. സ്പ്ലിറ്റായി. സ്പ്ലിറ്റായി കഴിഞ്ഞാൽ ഓരോ വാല്യൂവിനെ നമ്മൾ നോക്കിയാൽ 30ക്കകത്ത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, അവിടെ ആറിൻ്റെ സഫിക്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 30 ഔട്ട്സൈഡ് എടുത്താൽ ഫസ്റ്റ് ടേമിനകത്ത് സിഗ്മ r is equal to 0 to 30 കൊടുത്താൽ, സിഗ്മ r is equal to 0 to 30 കൊടുത്താൽ എത്ര വരും? ആറിന് 0 കൊടുത്താൽ 30C0 പ്ലസ് ആറിന് 1 കൊടുത്താൽ 30C1 പ്ലസ് ആറിന് 2 കൊടുത്താൽ 30C2 എക്സെട്ര. ദ ലാസ്റ്റ് ടേം ഈസ് 30C30. ഇത് നമുക്ക് നല്ല പരിചയമുള്ള സീരീസാണ്. ഇനി ഇവിടെ വരുമ്പോൾ സിഗ്മ r is equal to 0 to 30 ആറിന് കൊടുത്താൽ ഫസ്റ്റ് ടേം എത്ര വരും? r is equal to, ഇത് ഇവിടെ നിന്ന് നിൽക്കട്ടെ, ഈ ഫസ്റ്റ് ടേമിൻ്റെ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCN. NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCN. സം ഓഫ് ഓൾ ബൈനോമിയൽ കോഎഫിഷ്യൻസ്. സം ഓഫ് ഓൾ ബൈനോമിയൽ കോഎഫിഷ്യൻ 2 raised n ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാല്യൂ അത്. അപ്പോൾ 30 ഇൻറ്റു ഇവിടെ 2 raised 30 എന്ന് വരും. ഓക്കെ, 30 ഇൻറ്റു 2 raised 30 മൈനസ്, ഇനി ഈ വാല്യൂവിനെ പറ്റി നോക്കിയാൽ സിഗ്മ r is equal to 0 to 30 r ഇൻറ്റു 30CR എന്നാണ് വന്നത്. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം, r is equal to 0 to 30 r ഇൻറ്റു 30/r ഇൻറ്റു 29CR മൈനസ് 1 എന്ന് എഴുതും. കറക്റ്റ്? ഈ ആറും ആറും ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് 30 ഔട്ട്സൈഡ് എടുത്താൽ സിഗ്മ r is equal to 0 to 30 29CR മൈനസ് 1 എന്ന് വരും. അപ്പോൾ ആറിന് ഇവിടെ 0 കൊടുക്കാൻ പറ്റില്ല, കാരണം നെഗറ്റീവായിട്ടുള്ള സഫിക്സ് നമുക്ക് പറ്റില്ല. ആറിന് 1 മുതൽ ഇത് മൂവ് ചെയ്യാം, കൊടുക്കാവുന്ന വാല്യൂ കൊടുത്താൽ മതി. സോ 30 ഇൻറ്റു 2 raised 30 ആണ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം വന്നപ്പോൾ 30 ഇൻറ്റു r is equal to 1 to 30 20 അല്ലെ 1 to 29 29CR മൈനസ് 1 വരുമ്പോൾ ദാറ്റ് ഈസ് 30 ഇൻറ്റു 2 raised 30 മൈനസ് n ഇൻറ്റു 30 ഇൻറ്റു 2 raised 29 എന്നാണ് വരുന്നത്. ഇനിയും സിമ്പിളായിട്ട് ഈ സെക്കൻഡ് സീരീസ് അങ്ങ് പഠിച്ചാൽ മതി. സിഗ്മ r is equal to 0 to 30 r ഇൻറ്റു 30CR അല്ലെ r ഇൻറ്റു NCR എന്ന് പറഞ്ഞാൽ n ഇൻറ്റു 2 raised n മൈനസ് 1 ആയിരിക്കും. ഓക്കെ, r NCR is n into 2 raised n minus 1. So our answer is 30 into 2 raised 30 minus
30 ഇൻറ്റു 2 റൈസ്ഡ് 29. നമുക്ക് 30 ഇൻറ്റു 2 റൈസ്ഡ് 29 പുറത്തെടുത്താൽ 2 മൈനസ് 1 എന്ന് വന്ന് ഇങ്ങനെ നിൽക്കും. 30 ഇൻറ്റു 2 റൈസ്ഡ് 29 ഈസ് ദ ആൻസർ ഓഫ് ദിസ് വൺ. ഇത് നമ്മളോട് പറഞ്ഞേക്കുന്ന ആൻസർ ദിസ് ഈസ് n ഇൻറ്റു 2 റൈസ്ഡ് m എന്ന്. ഇവിടെ 30 ഇൻറ്റു 2 റൈസ്ഡ് 29 എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് m പ്ലസ് n? ദ വാല്യൂ ഓഫ് m പ്ലസ് n ഈസ് ഈക്വൽ ടു 30 പ്ലസ് 29. m പ്ലസ് n ഈസ് ഈക്വൽ ടു 59. This is the numerical value for this question. So the answer of this one is 59. Okay. Don't forget the second series. Sigma r is equal to 1 to n. n r 0 to n ആയാലും കുഴപ്പമില്ല. r into ncr is equal to n into 2 raised n minus 1 ആയിരിക്കും. You try to remember that answer. Summation of all binomial coefficient is 2 raised to n. r into ncr ആണ് വരുന്നതെങ്കിൽ n into 2 raised to n minus 1 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, this is another one related to factorial notation. Sigma r is equal to 1 to 10 r factorial into r cube plus 6r square plus 2r plus 5 is equal to alpha into 11 factorial. Then the value of alpha. ഏതായാലും ഇതിന് സിഗ്മ നൊട്ടേഷൻ കൊടുത്തു കഴിയുമ്പം വരുന്നത് ഒരു 11 ഫാക്ടോറിയലിൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പം നമുക്ക് ആ മൾട്ടിപ്പിൾ വാല്യൂ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, ആൽഫ. അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് നോക്കിയാൽ r is equal to 1 to 10 r factorial into ബ്രാക്കറ്റിൽ r cube plus 6r square plus 2r plus 5 ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം. സിഗ്മ r is equal to 1 to 10 r factorial into ഈ ഫാക്ടോറിയൽ സിമ്പിൾ ഇപ്പോൾ r factorial into ഒരു r plus 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം അത് r plus 1 ഫാക്ടോറിയലായി മാറും. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു r-ന് ഇവിടെ ഒരു r-ൻ്റെ കൂടെ ഇവിടെ ഒരു ക്യൂബിക് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് ഈ ക്യൂബിക് ഡിഗ്രി ഇക്വേഷനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് r plus 1-ഉം r plus 2-ഉം r plus 3-യുമായിട്ട് എടുക്കാം. പക്ഷേ അങ്ങനല്ല വരുന്നത് നമുക്കറിയാതെ. ഇങ്ങനെ എടുക്കാനുള്ള കാരണം ഇത് r ഫാക്ടോറിയലിൻ്റെ കൂടെ ചേരുകയാണെങ്കിൽ നമുക്ക് r plus 3 ഫാക്ടോറിയൽ ഉണ്ടാക്കാം. r-ൻ്റെ കൂടെ r ഫാക്ടോറിയലിൻ്റെ കൂടെ r സ്ക്വയർ എടുക്കാൻ പറ്റില്ലല്ലോ. സിമ്പിൾ r എടുത്താൽ അതുകൊണ്ട് നമുക്ക് യൂസ് ഇല്ല. പക്ഷേ ഒരു r plus 1 എടുത്താൽ നമുക്ക് r into r plus 1 r plus 1 ഫാക്ടോറിയലായി മാറും. അപ്പോൾ r into r plus 1 into r plus 2 into r plus 3 വരികയാണെങ്കിൽ നമുക്ക് r plus 3 ഫാക്ടോറിയലായിട്ട് എടുക്കാം. പക്ഷേ ഇത്രയും ഈ സീരീസിൻ്റെ വാല്യൂ ഇതല്ല. ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്താൽ ഇതിനകത്ത് വരാൻ പോകുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ വരുന്നത് r ക്യൂബ് പ്ലസ് 6r സ്ക്വയർ പ്ലസ് ഓക്കെ എത്ര r വരും 10 9r. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്ന ഹൗ മെനി ആർസ് ഇൻ ദാറ്റ് 11r വരും. 11r പ്ലസ് 6 എന്ന് വരും. ഈ ടേം മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ വരുന്നത് r ക്യൂബ് പ്ലസ് 6r സ്ക്വയർ പ്ലസ് 11r പ്ലസ് 6 എന്ന് വരും. ഓക്കെ, പക്ഷെ നമുക്ക് അത്രയും ടേം അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്കിവിടെ 2r പ്ലസ് 5 വരെ ഉള്ളൂ. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പം 11r പ്ലസ് 6 എന്ന് വന്നു. 11r പ്ലസ് 6 വന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് 11rൻ്റെ അകത്ത് നിന്ന് 2r കിട്ടണമെങ്കിൽ നമുക്ക് 9r അങ്ങ് സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, 9r സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ ഓൾറെഡി 5 ഉണ്ട്, പക്ഷേ ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 6 വരും. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 1 കൂടെ 6ഉം അങ്ങ് സബ്ട്രാക്ട് ചെയ്യും. കെൻ യു ഫോളോ ദാറ്റ് സ്റ്റെപ്പ്? നമ്മൾ r ക്യൂബ് പ്ലസ് 6r സ്ക്വയർ പ്ലസ് 2r പ്ലസ് 5നെ r പ്ലസ് 1 r പ്ലസ് 2 r പ്ലസ് 3 എന്ന് എഴുതിയാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം r ക്യൂബ് പ്ലസ് 6r സ്ക്വയർ പ്ലസ് 11r പ്ലസ് 6 വരുന്നത് കൊണ്ട് നമ്മളൊരു 9r മൈനസ് 1 സബ്ട്രാക്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തു. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാവും. സിഗ്മ r is equal to 1 to 10 ഈ r ഫാക്ടോറിയൽ ഇൻറ്റു നമുക്ക് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഒരു r പ്ലസ് 3 ഫാക്ടോറിയൽ വരെ നമുക്ക് ആ ടേമിനെ എഴുതാം. എങ്ങനെ? നമുക്ക് ഈ r പ്ലസ് 1 ഇൻറ്റു r പ്ലസ് 2
ഇൻറ്റു ആർ പ്ലസ് 3 മൈനസ് ഇനി ഒരു 9r മൈനസ് 1 ആണ് കിടക്കുന്നത്. ഞാൻ 9 ഇൻറ്റു ഒരു ആർ പ്ലസ് 1 എന്ന് എഴുതിയിട്ട് 9 ഇൻറ്റു ആറും എഴുതിയിട്ട് കാര്യമില്ല, കാരണം മൾട്ടിപ്ലൈ ചെയ്ത 6 വന്നാൽ നമുക്ക് ആർ ഫാക്ടോറിയലിനെ കമ്പൈൻ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ആറിനെ ഞാൻ ആർ പ്ലസ് 1 എന്ന് എഴുതി. ഇപ്പോൾ ഇവിടെ മൈനസ് 9r മൈനസ് 9 എന്നാണ് വരുന്നത്. മൈനസ് 9 എന്നുള്ളതിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാൻ ഒരു 8 കൂടി എഴുതിയാൽ മതി. ഇസ് ഇറ്റ് കറക്റ്റ്? മൈനസ് 9r മൈനസ് 1 ക്യാൻ വി റൈറ്റ് ഇറ്റ് ആസ് മൈനസ് 9 ഇൻറ്റു ആർ പ്ലസ് 1 പ്ലസ് 8. മൈനസ് 9r മൈനസ് 9 പ്ലസ് 8 ഈസ് മൈനസ് 1. ഓക്കെ, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഈ ആർ പ്ലസ് 1 എഴുതിയെന്ന് മനസ്സിലായോ? ആർ പ്ലസ് 1ഉം ആർ ഫാക്ടോറിലൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആർ പ്ലസ് 1 ആർ പ്ലസ് 2 ആർ പ്ലസ് 3യും ആർ ഫാക്ടോറിയലൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്ന ഇൻസൈഡ് ബ്രാക്കറ്റിലുള്ള ടേം സ്പ്ലിറ്റ് ചെയ്തത്. സോ സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 1 to 10. എഗെയിൻ നമ്മളിതിനെ ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ പ്ലസ് 1 ആർ പ്ലസ് 2 ആർ പ്ലസ് 3 മൈനസ് ഒരു ആർ പ്ലസ് 1 എഴുതി വെച്ചിട്ട് പ്ലസ് 8 ഇൻറ്റു ഇവിടെ നമുക്ക് എത്ര ആർ പ്ലസ് 1 കിടപ്പുണ്ട്? ഒരു 9 ആർ പ്ലസ് 1 ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ആർ പ്ലസ് 1 ഇപ്പുറത്ത് ഞാൻ എടുത്തുള്ളൂ. ബാക്കി എത്ര ആർ പ്ലസ് 1 ഉണ്ട്? ഒരു ആർ പ്ലസ് 1 ബാലൻസ് ഉണ്ട്. 8 ഇൻറ്റു ഓക്കെ, എത്ര എഴുതാം നമുക്കിനി? മൈനസ് 8 ഇൻറ്റു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആർ പ്ലസ് 1 ഓക്കെ കമ്പൈൻഡ് ആയി മൈനസ് ആർ ഫാക്ടോറിയൽ ഓക്കെ കമ്പൈൻഡ് ആയി. ഇസ് ഇറ്റ് ക്ലിയർ? നമ്മൾ എഴുതി ആർ പ്ലസ് 1 ആർ പ്ലസ് 2 ആർ പ്ലസ് 3 എഴുതി. പിന്നെ 9 ഇൻറ്റു ആർ പ്ലസ് 1നെ ഞാൻ ഒരു ആർ പ്ലസ് 1 ഇവിടെ എഴുതി. മൈനസ് 8 ആർ പ്ലസ് 1 ഉണ്ടായിരുന്നു, അത് അപ്പുറത്തോട്ട് കൊണ്ടുപോയി. ഓക്കെ, ബാക്കി ഒരു 8 കൂടെ ഉണ്ട്, മൈനസ് 8 കൂടെ ഉണ്ടായിരുന്നു, അത്ര എഴുതിയാൽ മതി, മൈനസ് 8. ഇനി നമുക്ക് ഈ ആർ പ്ലസ് 1 കൊണ്ട് ഇത്രയത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ കമ്പൈൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെ വരുമെന്ന് കാണിക്കാം. സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 1 to 10. ദ ഫസ്റ്റ് വൺ ഈസ് ആർ പ്ലസ് 3 ഫാക്ടോറിയൽ ഓക്കെ മൈനസ് ആർ ഇൻറ്റു ആർ പ്ലസ് 1. നെക്സ്റ്റ് ഈസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ ഓക്കെ. നെക്സ്റ്റ് ടേം ഈസ് മൈനസ് ഓഫ് നമുക്ക് മൈനസ് ഓഫ് 8 ഇൻറ്റു ആർ പ്ലസ് 1 ദാറ്റ് ഈസ് 8 ഇൻറ്റു ആർ പ്ലസ് 1 ഫാക്ടോറിയൽ മൈനസ് 8 ഇൻറ്റു ആർ ഫാക്ടോറിയൽ. ഇത്രയും വരും. ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്ര കഷ്ടപ്പെട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, ഈ വേണമെങ്കിൽ നമുക്ക് 8 നമുക്ക് ഔട്ട് സൈഡ് എടുത്ത് എഴുതാം. 8 ഇൻറ്റു ആർ പ്ലസ് 1 മൈനസ് ആർ ഫാക്ടോറിയൽ. നമുക്കിതിന് ഇത് വലിയ എക്സ്പാൻഷൻ അല്ല, അതുകൊണ്ട് നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ആർ ഇസ് ഈക്വൽ ടു 1 to 10 ഫോർ ദിസ്. കുറച്ച് ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും, കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതൊന്ന് എടുത്ത് എഴുതാം. ഏതൊക്കെയാണ്? ആർ പ്ലസ് 3 ഫാക്ടോറിയൽ മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ. ഇവിടെ നിന്നകത്ത് നിന്ന് 8 ക്യാൻസൽ ചെയ്തിട്ട് 8 ഇൻറ്റു നമുക്ക് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ മൈനസ് ആർ ഫാക്ടോറിയൽ. ഓക്കെ, so let us write it as sigma r is equal to 1 to 10. The first term is r plus 3 factorial minus r plus 1 factorial minus 8 into r plus 1 factorial minus r factorial. ഇതാണ് നമ്മുടെ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തപ്പം ഇൻസൈഡ് ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ ടേമുകൾ. ഓക്കെ, ഇതിനെ അങ്ങ് ഒരുമിച്ച് കൊടുക്കും. രണ്ട് പേർക്കും സിഗ്മ കൊടുത്തു. സിഗ്മ കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഇതെല്ലാം കൂടെ ഏതായാലും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 11 ഫാക്ടോറിയൽ വരത്തക്ക രീതി ഇത് സിംപ്ലിഫൈ ചെയ്ത് വരണം നമുക്ക്. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 1 to 10 കൊടുത്താൽ ഈ ഫസ്റ്റ് ടേമിനെ ഒരു ഗ്രൂപ്പായിട്ടും സെക്കൻഡ് ടേമിനെ വേറൊരു ഗ്രൂപ്പായിട്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ആറിനും 1 കൊടുത്താൽ ആദ്യത്തെ ടേം 4 ഫാക്ടോറിയൽ മൈനസ് ആറിന് 1 കൊടുത്ത് 2 ഫാക്ടോറിയൽ, അതൊരു ടേമായി വയ്ക്കുക. പ്ലസ് അതിനടുത്ത് ആർ ഇൻറ്റു ഇത് രണ്ടിനും രണ്ടായിട്ട് സിഗ്മ കൊടുക്കുക. ഇവിടെയും സിഗ്മ കൊടുക്കാം നമുക്ക്. ആറിന് 2 കൊടുത്താൽ എത്ര വരും?
2 പ്ലസ് 3 5 ഫാക്ടോറിയൽ മൈനസ് എത്ര വരും? 6ന് 2 കൊടുത്താൽ 3 ഫാക്ടോറിയൽ വരും. ഒരു ടേം കൊണ്ട് എഴുതിക്കേ. 6ന് 2 അല്ലേ കൊടുത്തേ, 6ന് 3 കൊടുത്തേ, 6 ഫാക്ടോറിയൽ മൈനസ് എത്ര വരും? 6ന് എത്ര കൊടുത്താൽ നമ്മൾ 3 കൊടുത്തപ്പോൾ 3 പ്ലസ് 1 4 ഫാക്ടോറിയൽ. ഓക്കെ, എക്സെട്രാ. വാട്ട് വിൽ ബി ദ ലാസ്റ്റ് ടേം ഓഫ് ദിസ് വൺ? ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ടേം ഏതായിരുന്നു? 6ന് 10 കൊടുക്കുമ്പോഴാണ്. അപ്പം 13 ഫാക്ടോറിയൽ മൈനസ് 11 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ ചില ക്യാൻസലേഷനുകൾ നടക്കും. ഈ 4 ഫാക്ടോറിയലും ഈ 4 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അടുത്ത ടേമിനകത്ത് വരുന്ന 4 ഫാക്ടോറിയലും 4 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത ടേമിനകത്ത് നമുക്ക് വരുന്നത് 6 കൊടുത്തു കഴിയുമ്പോൾ 5 ഫാക്ടോറിയലും അടുത്ത ടേമും കട്ട് ചെയ്ത് പോകും. ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ ലാസ്റ്റ് 11 ഫാക്ടോറിയൽ വരെ കട്ട് ചെയ്ത് പോയിട്ട് ഈ ഫസ്റ്റ് ടേമിനകത്ത് ബാലൻസ് വരാൻ സാധ്യത. ഇതിൻ്റെ പുറകിലൊരു ടേം ഉണ്ട്, സെക്കൻഡ് ടേമാണ് ക്യാൻസൽ ചെയ്ത് പോകാൻ. 12 ഫാക്ടോറിയൽ മൈനസ് 6ന് 12 വരണമെങ്കിൽ 9 കൊടുക്കുമ്പോഴാണ്. 9 × 3 12 ഫാക്ടോറിയൽ മൈനസ് 6ന് 10 ഫാക്ടോറിയലാണ്. 10 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പം നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്യാത്ത ടേമുകൾ ഇതിനകത്ത് വരുന്നത് ഒരു 13 ഫാക്ടോറിയൽ ഉണ്ട്, പ്ലസ് ഒരു 12 ഫാക്ടോറിയൽ ഉണ്ട്. ഈ രണ്ട് ടേം പോകാനുള്ള ഒരു ഫാക്ടോറിയലും കാണത്തില്ല. -2 ഫാക്ടോറിയൽ -3 ഫാക്ടോറിയൽ എന്ന് മാത്രമേ ആദ്യത്തെ സീരീസ് സിംപ്ലിഫൈ ചെയ്താൽ വരുള്ളൂ. ഇനി -8 ഞാൻ രണ്ടാമത്തെ സീരീസിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോകും. സിഗ്മ r = 1 to 10 നമ്മൾ രണ്ടാമത്തെ സീരീസിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. r = 1 കൊടുത്താൽ ഇവിടെ എത്ര വരുന്നത്? 2 ഫാക്ടോറിയൽ മൈനസ് 1 ഫാക്ടോറിയൽ. ഓക്കെ, പ്ലസ് 3 ഫാക്ടോറിയൽ, ഇച്ചിരി എളുപ്പമാണ്, 3 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ. ഓക്കെ, എക്സെട്രാ. ലാസ്റ്റ് ടേം കൊടുത്താൽ 10 ഫാക്ടോറിയൽ 10 കൊടുത്താൽ -9 ഫാക്ടോറിയൽ വരും. 10 ഫാക്ടോറിയൽ -9 ഫാക്ടോറിയൽ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കോമ്പിനേഷൻ്റെ ഫസ്റ്റും സെക്കൻഡിൻ്റെ തേർഡും ആയിട്ടാണ് ക്യാൻസൽ ചെയ്തത്. സെക്കൻഡിൻ്റെ സെക്കൻഡുമായിട്ട് ക്യാൻസൽ ചെയ്തു പോയി. അപ്പം ഇവിടെ വരുന്ന ഈ അടുത്ത ടേമും ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടാവും. ഫൈനലി വി വിൽ ഗെറ്റ് -8 വാട്ട് ആർ ദ ടേംസ് ഇൻവോൾവ് ഇൻ ദിസ് വൺ? ഓക്കെ, ലാസ്റ്റ് നമ്മൾ 10 അല്ലേ കൊടുക്കുന്നത്. r+1 ഫാക്ടോറിയൽ ഒരു ടേമോട് കൂടി 11 ഫാക്ടോറിയൽ -10 ഫാക്ടോറിയലൂടെ വരും. ഓക്കെ, അപ്പോൾ ഈ 10 ഫാക്ടോറിയലും 10 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. ഇതിൻ്റെ പുറകിലേക്കുള്ള ടേമുകൾ നോക്കിയാൽ 11 ഫാക്ടോറിയൽ മൈനസ് ഒരു 1 ഫാക്ടോറിയൽ മാത്രമേ ഇതിനകത്ത് ബാലൻസ് കാണത്തുള്ളൂ. കാരണം കറസ്പോണ്ടിങ് ടേംസ് ക്യാൻസൽ ചെയ്തു പോയാൽ ഇവിടുത്തെ ക്യാൻസൽ ചെയ്യാതെ നിൽക്കും, ലാസ്റ്റ് ടേം ക്യാൻസൽ ചെയ്യാതെ നിൽക്കും. സോ ദാറ്റ് ഈസ് 13 ഫാക്ടോറിയൽ പ്ലസ് 12 ഫാക്ടോറിയൽ മൈനസ് 2 ഫാക്ടോറിയൽ 2 ആണ്, -3 ഫാക്ടോറിയൽ 6 ആണ്. സിംപ്ലിഫൈ ചെയ്ത് ഇത്രയും. ഇച്ചിരി ഡിഫിക്കൽട്ടാണ്, എങ്കിലും നമുക്കതിലെ സോൾവ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് 11 ഫാക്ടോറിയൽ കോമൺ ആയിട്ട് വരുന്ന ആരൊക്കെയുണ്ട്? 11 ഫാക്ടോറിയൽ കോമൺ ആയിട്ട് ഈ ടേമിനുണ്ട്. ആൻഡ് 13 and 12 ആർ ദ റിമൈനിങ് ടേംസ് ഇൻ ദിസ് വൺ. ഇതിനകത്ത് 11 ഫാക്ടോറിയൽ എടുത്താൽ ഒരു 12 ഉണ്ട്. ഇതിനകത്ത് 11 ഫാക്ടോറിയൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 8 ഉണ്ട്. മൈനസ് ഇവിടെ ഒരു 6 -2 ഓക്കെ, മൈനസ് 11 ഫാക്ടോറിയൽ നമ്മൾ കമ്പൈൻ ചെയ്തു. ഇവിടുത്തെ 11 ഫാക്ടോറിയൽ കമ്പൈൻ ചെയ്തപ്പം 13 × 12 ഒരെണ്ണം വരും, ഒരു 12 വരും. ബാലൻസ് ഇവിടെയുള്ള ഒരു 8 വരും. പിന്നെ ഇവിടെ ഒരു 6 -2 -6 ഉണ്ട്, അത് -8 ആണ്. ഇവിടെ -8ഉം ഒരു +8ഉം ബാലൻസ് വന്ന് ക്യാൻസലും ചെയ്ത് പോകും. ഓക്കെ, ഇവിടെ ഒരു -8 ഉണ്ട്. -8 × 1 ഫാക്ടോറിയൽ ഈസ് +8 ഉണ്ട്. ഓക്കെ, -8 + 8 they will be cancelled. So the remaining terms are 11 factorial into 13 into 2 എത്ര വരും?
13 into 2, 150, എത്ര വരുന്നത് 156. 12 minus 8 എത്രയുണ്ട് 4 അല്ലേ ഉള്ളത്. അപ്പോൾ 156 plus 4, 160. 11 factorial into 160 we can maintain. Okay, so what is the answer of this one? We have to write the value of alpha. Alpha is 160 into 11 factorial. So the value of alpha is 160 for this question. നമ്മുടെ ക്വസ്റ്റിനകത്ത് ആൽഫയുടെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്, ദാറ്റ് ഈസ് 160. ഓക്കെ, ദിസ് ഇസ് എ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term independent of x in the expansion of x plus 1 divided by x raised to 2 by 3 minus x raised to 1 by 3 plus 1 and minus x minus 1 by x minus x raised to half the whole power 10. സാധാരണ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എടുക്കണമെങ്കിൽ നമുക്ക് ജനറൽ ടേം എഴുതണം. വാട്ട് ഈസ് ദ ജനറൽ ടേം ഓഫ് എ ബൈനോമിയൽ എക്സ്പാൻഷൻ? ടി ആർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു, നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, എൻ സി ആർ എ റൈസ്ഡ് എൻ മൈനസ് ആർ ഇൻറ്റു ബി റൈസ്ഡ് ആർ ആണ്. ദിസ് ഇസ് ദ ജനറൽ ടേം ഫോർ ബൈനോമിയൽ എക്സ്പാൻഷൻ. ഇപ്പോൾ ഇവിടെ വേരിയബിൾസിൻ്റെ പവർ 0 ആയിട്ട് വരുമ്പോഴാണ് കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാകുന്നത്. കാരണം വേരിയബിൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഈ എക്സ്പാൻഷനകത്ത് ഇങ്ങനെ നമുക്ക് എൻ സി ആർ, ഇതിനെ ഫസ്റ്റ് ടേമും ഇതിനെ സെക്കൻഡ് ടേമും എടുത്ത് എ റൈസ്ഡ് എൻ മൈനസ് ആർ ബി റൈസ്ഡ് ആർ എടുത്ത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഡിഫിക്കൽട്ട് ആവും. അപ്പം നമുക്ക് ഈ അകത്തുള്ള ടേമുകളൊന്ന് നോക്കാം. ഇതെന്താണ് ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ് പ്ലസ് 1 അല്ലേ? എക്സ് പ്ലസ് 1 ബൈ എക്സ് റൈസ് 2 by 3 മൈനസ് എക്സ് റൈസ് 1 by 3 പ്ലസ് 1. ഇതെങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, സിമ്പിളാക്കാൻ പറ്റുമോ? ഈ സെക്കൻഡ് വണ്ണിനെ സിമ്പിളാക്കാൻ ഒരു പാടുമില്ല. കാരണം എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഒരു റൂട്ട് എക്സ്, എക്സ് റൈസ്ഡ് 1 by 2 ഔട്ട് സൈഡ് എടുത്താൽ റൂട്ട് എക്സ് മൈനസ് 1 എന്ന് വരും. അപ്പം ന്യൂമറേറ്ററിലുള്ളതിനെ റൂട്ട് എക്സ് പ്ലസ് 1 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1 എന്ന് എഴുതിയാൽ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് ഈ സെക്കൻഡ് ടേം നമുക്ക് റൂട്ട് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എക്സ് എന്ന് വരും. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ സെക്കൻഡ് ടേം എഴുതാം. ഞാൻ പറഞ്ഞ എങ്ങനെയാണെന്നറിയാമോ? ദ സെക്കൻഡ് ടേം ക്യാൻ ബി റിട്ടൺ ആസ് മൈനസ് എക്സ് മൈനസ് 1 അല്ലേ, റൂട്ട് എക്സ് പ്ലസ് 1 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 1 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ ഒരു റൂട്ട് എക്സ് ഔട്ട് സൈഡ് എടുത്താൽ റൂട്ട് എക്സ് മൈനസ് 1, റൂട്ട് എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ സെക്കൻഡ് ടേം സിമ്പിളായി മൈനസ് റൂട്ട് എക്സും റൂട്ട് എക്സൂടെ ഡിവൈഡ് ചെയ്താൽ -1 മൈനസ് 1 ബൈ റൂട്ട് എക്സ് എന്നാണ് സെക്കൻഡ് ടേം വരേണ്ടത്. ഈ ഫസ്റ്റ് ടേമിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. നമ്മുടെ ഫോമുല ഉണ്ടല്ലോ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലേ. നമുക്ക് ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന എക്സ് പ്ലസ് 1നെ എക്സ് റൈസ്ഡ് 1 by 3 ദ ഹോൾ ക്യൂബ് പ്ലസ് 1 ക്യൂബ് എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ എക്സ് പ്ലസ് 1 ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് റൈസ്ഡ് 1 by 3 ഹോൾ ക്യൂബ് plus 1 cube. So that term can be split up into a cube plus b cube, x raised 1 by 3 plus 1 into a square, x raised 2 by 3 minus ab minus x raised 1 by 3 plus b square 1. So what happened? The numerator x raised 1 by 3 plus 1 into x raised 2 by 3 minus x raised 1 by 3 plus 1. So, നമ്മുടെ ന്യൂമറേറ്റർ x raised 1 by 3 plus 1 into x raised 2 by 3 minus x raised 1 by 3 plus 1 whole divided by x raised 2 by 3 minus x raised 1 by 3 plus 1. So, the entire term, second term will be cancelled and our expansion that is simply reduced as x raised 1 by 3 plus 1 minus 1 minus 1 by root x. So 1 again cancel. The three complex expression നമ്മൾ reduce ചെയ്ത് x raised 1 by 3 minus 1 by root x എന്ന് മാറ്റി. ഓക്കെ,
ഈ കോംപ്ലക്സ് എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്താൽ ഇതിൻ്റെ പവർ 10 ആവും. എക്സ് റൈസ് 1/3 മൈനസ് 1/√x എന്ന് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ദ ഹോൾ പവർ 10 കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇനിയും ആർക്കും കണ്ടുപിടിക്കാവുന്ന വാല്യൂ. എൻ സി ആർ എ റൈസ്ഡ് എൻ മൈനസ് ആർ ബി റൈസ്ഡ് ആർ വെച്ച് ചെയ്യാം. നമുക്ക് നോക്കാം. എക്സ് റൈസ്ഡ് 1/3 പ്ലസ് നമുക്ക് ഇവിടോട്ട് എഴുതി നോക്കാം എങ്ങനെയാന്ന്. ഓക്കെ, ഇത് റൈസ് ചെയ്തിട്ട് നമ്മുടെ എക്സ് റൈസ്ഡ് 1/3 മൈനസ് 1/√x ദ ഹോൾ പവർ 10ൻ്റെ ജനറൽ ടേം എഴുതിയാൽ 10CR എക്സ് റൈസ്ഡ് 1/3 ദ ഹോൾ പവർ n മൈനസ് ആർ 10 മൈനസ് ആർ ഇൻറ്റു മൈനസ് 1/x റൈസ്ഡ് 1/2 ദ ഹോൾ പവർ ആർ. ഇത് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമിൽ എക്സിൻ്റെ പവർ 0 ആയിരിക്കണം. That is 10CR എക്സ് റൈസ്ഡ് 10 മൈനസ് ആർ ബൈ 3 ഇവിടെ മൈനസ് 1 റൈസ്ഡ് ആർ ഇൻറ്റു എക്സ് റൈസ്ഡ് മൈനസ് ആർ ബൈ 2 എന്ന് എഴുതാം. ബ്രിങ് ദാറ്റ് എക്സ് റൈസ്ഡ് 1/2 ടു ന്യൂമറേറ്ററിൽ കൊണ്ടുവന്നാൽ ദാറ്റ് ഈസ് ഇതിൻ്റെ പവർ ഓഫ് എക്സ് രണ്ട് ടേമൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 10 മൈനസ് ആർ ബൈ 3 ഒരിടത്തും മൈനസ് ആർ ബൈ 2 വേറൊരിടത്തും ഉണ്ട്. These are the powers of x. That is equal to 0 എടുത്താൽ what is the value of r? ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്താൽ എത്ര വരും? 10 മൈനസ് ആർ ബൈ 3 ഈസ് ഈക്വൽ ടു ആർ ബൈ 2 എടുത്താൽ 20 മൈനസ് 2r is equal to 3r. So simplifying 5r is equal to 20. So the value of r is equal to 4. ഇതാണ് നമ്മുടെ 4. ദ വാല്യൂ ഓഫ് ആർ ഇസ് ഈക്വൽ ടു 4 ആയിരിക്കും. ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സിൻ്റെ ദ വാല്യൂ ഓഫ് ആർ ഇസ് ഈക്വൽ ടു 4 ആയിരിക്കും. അപ്പം വാട്ട് ഈസ് ദ ടേം? നമ്മളോട് ദ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു, അത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ വാല്യൂ കൃത്യമായിട്ട് എഴുതണം. അപ്പം നമുക്കിനിയും എക്സ് ഉണ്ടാവില്ലല്ലോ ഇതിൻ്റെ അകത്ത്. സോ വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് വൺ? 10CR എത്രയാണ്? 10C4. ഇനി കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ഒരു -1 റൈസ്ഡ് 4 കൂടെ ഉള്ളൂ. 10C4 എത്രയാണ്? 10C4 കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ബൈ 1 2 3 ആൻഡ് 4. 4 ഇൻറ്റു 2 8 നമ്മൾ ക്യാൻസൽ ചെയ്യാം. 3 ഇൻറ്റു 9 3 ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ആൻഡ് 10 ഇൻറ്റു 3 ഇൻറ്റു 7. സോ ദ final value of this one is equal to 30 into 7, 210. 210 is the right answer of this question. Okay, നമ്മൾ ഫസ്റ്റ് ടേം സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. ഇൻസൈഡ് ബ്രാക്കറ്റിലുള്ള ടേംസ് സിംപ്ലിഫൈ ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഈ ഒരു കോംപ്ലക്സ് എക്സ്പാൻഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Again related to the coefficients and some constant value along with that. Let NCR denotes the binomial coefficient of x. ഓക്കെ, നമുക്ക് NCR എന്നുള്ളതിനെ ബൈനോമിയൽ കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കാം. In the x raised r in the expansion of 1 plus x raised n, and we have to find sigma k equal to 0 to 10 2 square plus 3k 2 square plus 3k the whole into 10ck is equal to alpha into 3 raised to 10 plus beta into 2 raised to 10. Then find the value of alpha plus beta that we have to find. Okay, എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം നമുക്കത്? ഓരോന്നിനെ നമുക്ക് സിഗ്മ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് എങ്ങനെയാണ് വരുന്നത്? സിഗ്മ k is equal to 0 to 10 2 square into 10ck plus sigma k is equal to 0 to 10 3k into 10ck. ഓൾറെഡി നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത ഒരു എക്സ്പാൻഷൻ്റെ ഫോമിൽ വന്നിട്ടുണ്ട്. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കത് വേറെ ഒന്നും എടുക്കാനില്ല. 4 ഇൻറ്റു സിഗ്മ k is equal to 0 to 10 10ck
ഈ വാല്യൂ നമ്മൾ ഓൾറെഡി ചെയ്തു. പ്ലസ് 3 ബ്രാക്കറ്റിന് പുറത്തെടുത്താൽ സിഗ്മ കെ ഈസ് ഈക്വൽ ടു 0 to 10 കെ ഇൻറ്റു 10 CK. ഈ രണ്ട് ഫോർമുലകൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ദ ആൻസർ ഈസ് 4 ഇൻറ്റു ഇവിടെ എത്രയാണ് വരുന്നത് 2 power 10. ഓക്കെ, 4 ഇൻറ്റു 2 power 10 പ്ലസ് 3 ഇൻറ്റു ഇതൊക്കെ കെ ഇൻറ്റു 10 CK എത്ര വരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിഗ്മ കെ ഈസ് ഈക്വൽ ടു 0 to n r into NCR. We know the formula of this one, n into 2 raised n minus 1 ആണ്. So here 3 into 10 into 2 raised 9 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ 3 raised 10 2 raised 10 വരുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അങ്ങനെ വരുമോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇവിടെ 2 raised 30 4 into 2 raised 10 plus 30 into 2 raised 9. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ എത്ര വരും 30 into 2 raised 9. വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ആൽഫ പ്ലസ് ബീറ്റ ആണ് നമുക്ക് വേണ്ടത്. ആൽഫ ഇവിടെ ഉണ്ട്. ആൽഫ ഇൻറ്റു 3 raised 10 ബീറ്റ ഇൻറ്റു 2 raised 10 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ 3 raised 10 എന്ന് പറയുന്ന ഒരു ടേമേ ഇവിടെ നമ്മുടെ കാണുന്നില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും? 3 raised 10 ഉണ്ടാവില്ലായിരിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 raised 9-നകത്ത് നമുക്ക് 4 into 2 raised 10 പ്ലസ് ഇവിടെ എത്ര വരും 2 raised 10 ആക്കിയാൽ ഇവിടെ എത്ര വരും 15 into 2 raised 10 വരും. ഓക്കെ, മൈ കറക്റ്റ് 15 into 2 raised 10. അപ്പോൾ ഇത് ശരിക്കും 19 into 2 raised 10 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 2 raised 10 ഉള്ളൂ. ഓക്കെ, 2 raised 10 ഉള്ളൂ ഇതിനകത്ത്. ആൽഫ ഇൻറ്റു 3 raised 10 ഇല്ല. അത് വേണ്ട, നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എടുക്കാമല്ലോ. സോ ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ഇല്ല 0 പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത് 19. സോ വാട്ട് ഈസ് ദ ആൻസർ ഓഫ് ദിസ് വൺ? ആൽഫ പ്ലസ് ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 19 ഈസ് ദ ആൻസർ ഓഫ് ദിസ് വൺ. പല ക്വസ്റ്റ്യനുകളും ന്യൂമറിക്കൽ വാല്യൂ ആയതുകൊണ്ടാണ് ഓപ്ഷൻസ് ഇല്ലാത്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ വാല്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ഇത് വെച്ച് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്ത് നോക്കിയത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The fourth term in the expansion of x plus x raised log x to the base 2 the whole power 7 is 4,480. Then the value of x, where x belongs to natural numbers. Natural numbers-ലെ x ആണ് നമ്മുടെ ഫോർത്ത് ടേം എക്സ്പാൻഷൻ ആണ് എഴുതേണ്ടത്. സാധാരണ T4 നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ T4 ആണ് എഴുതുന്നതെങ്കിൽ NC3 അല്ലേ, ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 7 ആണ്. 7C3 എക്സ് റൈസ്ഡ് ഓക്കെ n മൈനസ് ആർ 7 മൈനസ് 3 അപ്പോൾ എത്രയാണ് വരുന്നത് 4 എക്സ് റൈസ്ഡ് ലോഗ് എക്സ് ടു ദ ബേസ് 2 ദ ഹോൾ റൈസ്ഡ് എത്രയാണ് വരേണ്ടത് NCR a raised n minus r b raised r 3. That is given as 4,480. Sorry, 4,480. ഇതിനകത്ത് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് ആണ്. നമുക്ക് ഈ 7C3 ഉണ്ട്, എക്സ് പവർ 4 ഉണ്ട്, എക്സ് പവർ ലോഗ് എക്സ് ടു ദ ബേസ് 2 ദ ഹോൾ പവർ 3 ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. 7C3 ഇൻറ്റു എക്സ് പവർ 4 പ്ലസ് 3 log of x to the base 2 is equal to 4480 എന്ന് എഴുതാം. നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് 7C3യും 4480യും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 7C3, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 7C3? 7 into 6 into 5 divided by 1, 2, 3 into x power 4 plus 3 log of x to the base 2 which is equal to 4480. നമുക്കൊരു 6ഉം 6ഉം ക്യാൻസൽ ചെയ്ത് 7 into 5 ആൻഡ് 4480 സിംപ്ലിഫൈ ചെയ്താൽ എക്സ് പവർ 4 പ്ലസ് 3 log of x to the base 2 which is equal to how many 35s in 4480?
4480 divided by 35, which is equal to 128. 128. ഇനിയും ഈ ഇപ്പം നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പം എക്സ് പവർ 4 പ്ലസ് 3 log x to the base 2 is equal to 128 ആണ്. അത് നമുക്ക് 2 raised 7 എന്ന് എഴുതത്തില്ലേ? 2 raised 5 എത്രയാണ്? 32. 2 raised 6 എത്രയാണ്? 64. 2 raised 7 എത്രയാണ്? 128. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ് ഡെവലപ്പ് ചെയ്യാൻ. ഇനി ഓപ്ഷൻസ് കിടപ്പുണ്ട്. 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. എക്സിൻ്റെ വാല്യൂ ആരായാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സ് പ്ലസ് 4 പ്ലസ് 3 log x to the base 2 which is equal to 2 raised 7 ആകും. x 2 ആവുമോ? നമുക്കൊന്ന് നോക്കാം. x 2 ആയാൽ എത്ര വരും? x ബേസ് ശരിയായി വരും. x 2 ആണ്, ബേസ് ശരിയാണ്. 4 പ്ലസ് 3 log x to the base 2. എക്സിന് 2 ആണെങ്കിൽ log 2 to the base 2 വരും. log 2 to the base 2 ആരാ? 1. അപ്പം 4 പ്ലസ് 3 into 1 കറക്റ്റ് ആയിട്ട് വരും. ദ വാല്യൂ ഓഫ് x ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ യു ക്യാൻ സെലക്ട് ദ ഓപ്ഷൻ എ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇനി അതല്ല സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡിലും ലോഗരിതം എടുത്താൽ മതി. ബേസ് 2 log x to the base 2 എടുത്താൽ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഐ തിങ്ക് ദിസ് മെത്തേഡ് ഈസ് ബെറ്റർ. ഫ്രം ദിസ് ഓപ്ഷൻ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ആസ് x is equal to 2. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 7. A team consists of 7 boys and n girls, and another team consists of 4 boys and 6 girls. If a total of 52 single matches can be arranged between these two teams. നമുക്ക് സിംഗിൾസ് എത്ര എണ്ണം വരും? 52 സിംഗിൾസ് വരും. Such that when a boy plays against a boy, boys ആണ് സിംഗിൾ മാച്ച് വരുന്നത്, and a girl plays against a girl. അപ്പം ഗേളിൻ്റെ സിംഗിൾ മാച്ച് വരും. നമ്മുടെ ആദ്യത്തെ ടീം എ കൺസിസ്റ്റ് ഓഫ് 7 ബോയ്സ് ഉണ്ട്, n ഗേൾസ് ഉണ്ട്. നമ്മുടെ ഇത് എ എന്നുള്ള ടീമിൽ. ബി എന്നുള്ള ടീമിൽ എത്രയുണ്ട്? 4 ബോയ്സ് ആൻഡ് 6 ഗേൾസ് ഉണ്ട്. നമ്മൾ സിംഗിൾസ് ആണ് പറഞ്ഞേക്കുന്നത്. ബോയ് സിംഗിൾസ്, ഗേൾ സിംഗിൾ മാച്ചുകൾ എത്രയാണ് തന്നിട്ടുണ്ട്? 52 സിംഗിൾ മാച്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ മാച്ച് വരണമെങ്കിൽ 7 ബോയ്സിൽ നിന്ന് ഒരു ബോയിയും 4 ബോയിൽ നിന്ന് ഒരു ബോയിയും വന്നിട്ടുള്ള ഒരു സിംഗിൾ മാച്ച് വരും. കണ്ടിന്യൂ ലൈക്ക് ദാറ്റ്. അപ്പം നമുക്ക് 7 ബോയ്സിൽ നിന്ന് ഒരു ബോയിയെയും 4 ബോയ്സിൽ നിന്ന് ഒരു ബോയിയെ എടുത്ത് എത്ര സിംഗിൾ മാച്ചസ് ഉണ്ടാക്കാം? നമുക്ക് ഇത്രയും സിംഗിൾ മാച്ചസ് ഉണ്ടാക്കാം. 7c1 into 4c1. Am I correct? A combination of 2 people out of 7 people and 4 people. Okay. Plus നമുക്ക് ടോട്ടൽ മാച്ചസ് 52 അല്ലേ? അപ്പം നമുക്ക് അടുത്തത് ഗേൾസ്, n ഗേൾസിൽ നിന്ന് ഒരാളെയും 6 ഗേൾസിൽ നിന്ന് ഒരാളെയും എടുത്തപ്പോൾ നമുക്ക് ടോട്ടൽ ഗെയിമുകൾ ഇവിടെ നടന്നത് 52 ആണ്. 7c1 into 4c1 നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 28 plus nc1 n 6c1 6 is equal to 52. Okay. So 6n is equal to 52 minus 28. അത് എത്രയാണ് വരുന്നത്? 24. So what is the value of n? അല്ലെങ്കിൽ 6n is equal to നോക്കുമ്പോൾ n is equal to എത്ര വരുള്ളൂ? 4. ഇനി ഇതെല്ലാം കൊണ്ട് എന്നിൻ്റെ വാല്യൂ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. We will get the right answer of this question. Okay. So take the elements like this. 7 ബോയ്സിൽ നിന്ന് ഒരു ബോയ്, 4 ബോയിൽ നിന്ന് ഒരു ബോയ് എടുത്ത് നമുക്ക് ഇത്രയും മാച്ചസ് ഫോം ചെയ്യാം. n ഗേളിൽ നിന്ന് ഒരു ഗേൾ, 6 ഗേളിൽ നിന്ന് ഒരു ഗേൾ എടുത്താൽ ഇത്രയും സിംഗിൾ മാച്ചസ് ബിറ്റ്വീൻ ഗേൾസ് അറേഞ്ച് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് മാച്ചസ് ഈസ് ഗിവൺ ആസ് 52 in this problem. So combining these two, we will get 28 into n into 6 is equal to 52. So the value of n is equal to 4. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഫ്രം കോമ്പിനേഷനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. There are 6 Indians and 8 foreigners. 6 Indians ഉണ്ട്, 8 foreigners ഉണ്ട്. Find the number of committee. നമുക്ക് ഫോം ചെയ്യേണ്ടത് കമ്മിറ്റിയാണ്. കമ്മിറ്റി വിത്ത് അറ്റ് ലീസ്റ്റ് 2 Indians. 2 ഇന്ത്യൻസ് എങ്കിലും ആ കമ്മിറ്റിയിൽ കമ്പൽസറി ആയിട്ട് വേണം.
such that the number of foreigners is twice the number of Indians. ഫോറിനർ ആൾക്കാരെ എങ്ങനെ സെലക്ട് ചെയ്യണം? എത്ര ഇന്ത്യൻ പീപ്പിൾ ഉണ്ടോ അതിൻ്റെ ഡബിൾ ആയിരിക്കണം ഫോറിൻ പീപ്പിളിനെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ടേം ഒന്ന് എഴുതി നോക്കിയേ. 6i നിന്ന് നമുക്ക് 2 ഇന്ത്യൻസും 4 ഫോറിനേഴ്സും ഉള്ള ഒരു കമ്മിറ്റി വേണേൽ ഫോം ചെയ്യാം. ഓർ ഇങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. നമുക്ക് 3 ഇന്ത്യൻസും 6 ഫോറിനേഴ്സും ഉള്ള ഒരു കമ്മിറ്റി വേണേൽ ഫോം ചെയ്യാം. ഓർ നമുക്ക് 4 ഇന്ത്യൻസും അതിൻ്റെ ഡബിൾ 8 ഫോറിനേഴ്സും ഉള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 5 ഇന്ത്യൻസിനെ എടുക്കാം. പക്ഷേ അപ്പുറത്ത് 10 ഫോറിനേഴ്സ് വരണം. നമുക്ക് തന്നിരിക്കുന്ന ഫോറിനേഴ്സിൻ്റെ എണ്ണം 8 ഉള്ളൂ. സോ അത് പോസിബിൾ അല്ല. സോ ദീസ് ആർ ദ പോസിബിലിറ്റീസ്. നമുക്കിതിൻ്റെ കോമ്പിനേഷൻ വാല്യൂ എഴുതിയാൽ മതി. 2 ഇന്ത്യൻസിനെ 6 ഇന്ത്യൻസിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം? 6 പേരുണ്ട്, അതിൽ നിന്ന് 2 പേര് 6C2. 4 ഫോറിനേഴ്സിനെ 8 ഫോറിനേഴ്സിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യാം? 8C4 പ്ലസ് 6C3 ഇൻറ്റു 8C6 പ്ലസ് ഇനി ആരാ വരണ്ടേ? 6C4 ഇൻറ്റു 8C8. 6C2ൻ്റെ വാല്യൂ എത്രയാണ്? 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. സോ 15. 8C4ൻ്റെ വാല്യൂ എത്രയാണ്? ദ വാല്യൂ ഓഫ് 8C4 ഈസ് ഈക്വൽ ടു 70. ഓക്കെ. 6C3 എത്രയാണ്? 6, 5, 4 ഡിവൈഡഡ് ബൈ 1, 2, 3. സോ 20 ആണ്. ഓക്കെ. 8C6 എന്ന് പറയുന്നത് 8C2 തന്നെയാണ്. NCR ഈക്വൽസ് ടു NCN-R. സോ 8C6 ഈസ് ഈക്വൽ ടു 8C2. 8C2 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 വരും. എത്ര വരും? 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. 28 പ്ലസ് 6C2 തന്നെയാണ്. ദാറ്റ് ഈസ് 15 ഇൻറ്റു 8C8 ഈസ് 1. So total of this one, what is the right answer of this question? 15 into 70 plus 20 into 28 plus 15 into 1. 1625. Okay, this is the answer of this question. Okay, 1625. So option A is the right answer of this question. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് 9th one. The value of, again combinational values in the question ആണ്. Okay. Combination value minus 15C1 into 2 into 15C2 minus 3 into 15C3 etc. minus 15 into 15C15 plus 14C1 14C3. ഇത് നമുക്ക് പരിചയമുള്ള വാല്യൂ ആണ്. ഓഡ് വാല്യൂസ് ആണ്. 14C1 14C3 plus 14C11. നമുക്ക് ആദ്യത്തെ നോക്കാം എങ്ങനെ വരുമെന്ന്. 1, 2, 3, 4, 15 എക്സെട്ര വന്നിട്ടുണ്ട്. സോ നമുക്കിതിനെ സിഗ്മ ഇട്ട് എഴുതിയാൽ സിഗ്മ R is equal to 1 to എത്ര വരെ? 15 വരെ. മൈനസ് ആദ്യത്തെ ടേം ആയതുകൊണ്ട് -1 റൈസ്ഡ് R ഇൻറ്റു 15CR. ഓക്കെ. പ്ലസ് 14C1 14C3 എക്സെട്ര 14C11ൻ്റെ കൂടെ ഒരു 14C13 കൂടെ എഴുതിയാൽ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. -14C13 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ. കാരണം ഇത് സം ഓഫ് ഓൾ ഓഡ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് അപ് ടു 14 ആണ്. ദാറ്റ് ഈസ് NC1 പ്ലസ് NC3 പ്ലസ് എക്സെട്ര പ്ലസ് NC5 etc. is equal to, we know it is 2 raised n-1 ആണ്. ഓക്കെ. സം ഓഫ് ഓൾ ഓഡ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് ഇസ് ഈക്വൽ ടു 2 raised n-1. നമുക്ക് ആദ്യത്തെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് R വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നു. സിഗ്മ R is equal to 1 to 15 -1 raised R into 15CRനെ 15 by R into 14CR-1 എന്നെഴുതാം.
എൻ സി ആറിനകത്തെ എൻ ബൈ ആർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് n-1 CR-1 ആൻഡ് ദിസ് ടേം വി നോ ദ വാല്യൂ ഓഫ് ദിസ് വൺ ആസ് എത്രയാണ് വരണ്ടേ 14C1 എക്സെട്ര 14C13 is equal to 2 raised n-1 ആണ്. 14 minus 1 ആണ്. അപ്പോൾ എത്രയാണ് വരുന്നത് 2 raised 13 മൈനസ് 14C13 ഉണ്ട്. അതെത്രയാണ് 14C1 തന്നെയാണ്, ദാറ്റ് ഈസ് 14. ഓക്കെ, ഇവിടെ 6 ക്യാൻസൽ ചെയ്ത് പോയി. 15 കോൺസ്റ്റൻ്റ് ആണ്, ഔട്ട് സൈഡ് എടുത്തു. സിഗ്മ ആർ ഇസ് ഈക്വൽ ടു 1 to 15 മൈനസ് 1 റൈസ്ഡ് ആർ ഇൻറ്റു 14CR-1 വരും പ്ലസ് 2 റൈസ്ഡ് 13 മൈനസ് 14 വരും. 2 റൈസ്ഡ് 13 മൈനസ് 14 ഇവിടെ ആൻസർ ഉണ്ട്. അപ്പോൾ ഇതേ ഉള്ളൂ ഇതിന് ആൻസർ വരുന്നത്. ഇത് ഈ ടേം എങ്ങനെയാണ് ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് വന്നാൽ ബൈനോമിയൽ കോഎഫിഷ്യൻസിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് NC0 മൈനസ് NC1 പ്ലസ് NC2 minus NC3 etc. വന്നാൽ ആൻസർ 0. So the first part will be 0 plus the second part will be 2 raised to 13 minus 14. So which option is the right answer of this one? Option B, 2 raised to 13 minus 14 is the right answer of this question. Okay. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 10th one. Let n be the number of ways in which 5 boys and 5 girls can stand in a queue in such a way that all the girls stand consecutively in a queue. Okay, consecutive ആയിട്ടിരിക്കണം girls. M be the number of ways in which 5 boys and 5 girls can stand in a queue in such a way that 4 girls can stand consecutively in a queue. ആദ്യത്തതിനകത്ത് 5 ഗേൾസും കൺസിക്യൂട്ടീവായിട്ട് വരണം. രണ്ടാമത്തതിനകത്ത് 4 ഗേൾസ് കൺസിക്യൂട്ടീവായിട്ട് വന്നാൽ മതി. ബാക്കിയുള്ളവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇരുത്താം. നമുക്ക് ആദ്യത്തെ എത്ര വേസ് വരും? there are 5 boys and 5 girls. നമുക്ക് 5 ഗേൾസിനെ ഒരുമിച്ച് അങ്ങോട്ട് എടുക്കാം. പിന്നെ നമുക്ക് 5 ബോയ്സിനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാം. 5 ഫാക്ടോറിയൽ വേസ് വരും 5 ബോയ്സിനെ അറേഞ്ച് ചെയ്യാൻ. ലൈക്ക് B1, B2, B3, B4, B5. ഓക്കെ, അവരെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം. ഇവിടെ എത്ര പ്ലേസസ് ഉണ്ട്? ഇനി ഇവിടെ 6 പ്ലേസസ് ഉണ്ട്. 6 പ്ലേസസിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നമുക്ക് ഈ പറയുന്ന 5 ഗേൾസിനെ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം? 5 ഗേൾസ് in 6 places can be arranged in എത്ര ഫാക്ടോറിയൽ വരും? 6 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ വരും. ഇനിയും അങ്ങനെ എടുക്കണമെന്നില്ല. 5 ഗേൾസ് ഒരൊറ്റ ഗ്രൂപ്പായിട്ട് എടുത്താൽ 5 ബോയ്സ് ഇവിടെയുണ്ട്. 5 ഗേൾസിനെ ഒരു ഗ്രൂപ്പും ബാക്കിയുള്ള 5 ബോയ്സിനെ അടുത്ത ഗ്രൂപ്പുമായിട്ട് എടുക്കുകയാണെങ്കിൽ 5 1 6 പേരുണ്ടാവും. 6 പേരെ ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്താൽ 6 ഫാക്ടോറിയൽ ഓഫ് വിച്ച് ദാറ്റ് 4 ഗേൾസ് ദംസെൽവ്സ് ക്യാൻ ബി പെർമ്യൂട്ടഡ് ഇൻറ്റു എത്ര വേസ്? 5 ഫാക്ടോറിയൽ വരും. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, രണ്ട് രീതിയിൽ നമുക്ക് എഴുതാം. സോ വി ഗോട്ട് ദ വാല്യൂ ഓഫ് n ആസ് എത്രയാണ്? 6 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ. ഇത് വളരെ ഈസിയായിരുന്നു. ഇനി നമുക്ക് എമ്മിനെ പറ്റി നോക്കാം. എമ്മിനെ പറ്റി നോക്കുമ്പോൾ 4 ഗേൾസിനെ നമുക്ക് ഒരുമിച്ചെടുക്കാവുള്ളൂ. 4 ഗേൾസിനെ നമുക്ക് ഒരുമിച്ചെടുക്കാം. 4 ഗേൾസിനെ എത്ര ഗേൾസിൽ നിന്നാണ് സെലക്ട് ചെയ്യേണ്ടത്? അവരെ സെലക്ട് ചെയ്യുകയും വേണം, അവരെ അറേഞ്ച് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പം 5 ഗേൾസിൽ നിന്ന് 4 ഗേൾസിനെ എടുത്തു. ഒരു ഗേൾ അവിടെ ബാലൻസ് വരും. ഓക്കെ, ഇനി നമുക്ക് ബോയ്സ് 5 ബോയ്സ് അവിടെ ഉണ്ട് തന്നെ. അപ്പം ബോയ്സിനെ അറേഞ്ച് ചെയ്താൽ B1, B2, B3, B4, B5 അറേഞ്ച് ചെയ്താൽ എത്ര വേസ് വരും? 5 ഫാക്ടോറിയൽ വേസ് വരും. ഇനി നമുക്കുള്ളത് ഒരു 4 ഗേൾസ് ഒരുമിച്ചിരിക്കാവുന്നതും ഒരു ഗേൾ ഒരുമിച്ചിരിക്കാൻ വയ്യാത്തതുമാണ്. അപ്പം നമുക്ക് 4 ഗേൾസിനെ ഒരൊറ്റ ഗ്രൂപ്പായിട്ട് എടുക്കാം. ഒരു ഗേളിനെ ഒരാളുമായിട്ട് എടുക്കാം. ഇത് ഒരാളാണ് ഈ 4 ഗേൾസ്, ഇത് അടുത്ത ആളാണ്. ഇവിടെ നമുക്ക് 5 ബോയ്സ് ഉണ്ട് താനും 5 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാം.
ഈ 4 ഗേൾസ് ഈ പൊസിഷനിലാണ് 4 ഗേൾസിനെ നമ്മൾ ഇരുത്തുന്നതെങ്കിൽ ഈ പൊസിഷനിൽ മറ്റേ ഗേളിനെ നമുക്ക് ഇരുത്താം, കുഴപ്പമില്ല, കാരണം 5 ഗേൾസ് ഒരുമിച്ച് വരത്തില്ല. ഓക്കെ, അങ്ങനെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ 2 പ്ലേസ്, അതായത് ഇവിടെ എത്ര പ്ലേസ് ഉണ്ട്? 1 2 3 4 5 6 പ്ലേസസ് ഉണ്ട്. 6 പ്ലേസസ് നമുക്ക് ഈ 2 പേർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. 2 പേരും രണ്ടിടത്തേ ഇരിക്കാവുള്ളൂ. നമുക്ക് അതിനെ എങ്ങനെ എടുക്കാം? 6 പ്ലേസസ് 2 ഗ്രൂപ്പ്, ഈ 4 പേർക്കും ഈ ഒരാളൂടെ കൂടി 2 ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു ഗ്രൂപ്പ് ഒരിടത്തിരിക്കും, മറ്റേ ഗേൾ അപ്പുറത്തിരിക്കും. ഇവിടെ ഗേൾസ് ഒരുമിച്ചിരുന്നാൽ ഇവിടെ ഒരു ഗേൾ മാറിയിരിക്കും. അപ്പം നമുക്കിവിടെ 6 പൊസിഷനുണ്ട്. 6 പൊസിഷൻ 2 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ 6 ആണ്. ഇൻറ്റു അവരെ തിരിച്ചിരുത്താം. ഗേൾസ് ഇവരെ ഈ 4 ഗേൾസ് ഒരുമിച്ച് ഇവിടെയും കൊണ്ടുവന്ന് ഒരു ഗേളിനെ ഇങ്ങോട്ട് മാറ്റിയിരുത്തിയാൽ അത് നമുക്ക് 2 ഫാക്ടോറിയൽ ബേസിൽ ചെയ്യാം. പിന്നെ ബോയ്സിനെ ഓൾറെഡി നമുക്ക് 5 ഫാക്ടോറിയൽ ബേസിൽ എഴുതാമായിരുന്നു. പിന്നെ ഇനിയും നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ. ഈ ഗേൾസ് 4 പേരെയല്ലേ എടുക്കാവുള്ളൂ, നമുക്ക് 5 ഗേൾസ് ഇല്ലേ? 5 ഗേൾസിൽ നിന്ന് 4 ഗേൾസിനെ നമ്മൾ സെലക്ട് ചെയ്യണ്ടേ? അത് 5C4 വരും. എന്നിട്ട് അവരെ പെർമ്യൂട്ട് ചെയ്യുകയും വേണം. ദാറ്റ് ഈസ് വാട്ട്? 4 ഫാക്ടോറിയൽ. ഓക്കെ, so n can be written as നമുക്ക് എത്രയുണ്ട്? എത്ര ഫാക്ടോറിയൽസ് ഉണ്ട് മൊത്തം? ഇപ്പം 5C4 ഉണ്ട്, 4 ഫാക്ടോറിയൽ ഉണ്ട്, ഒരു 5 ഫാക്ടോറിയൽ ഉണ്ട്, ഒരു 2 ഫാക്ടോറിയൽ ഉണ്ട്, 6C2 ഉണ്ട്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ what we have to find? We have to find the value of m/n. നമ്മൾ ഇത് ഈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ഡിനോമിനേറ്ററിലും ദിസ് പോർഷൻ വിൽ ബി ഇൻ ദ ന്യൂമറേറ്ററിൽ ഇട്ടാൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ m/n ഈസ് ഈക്വൽ ടു 6 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയലൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് we will get 5 as the answer of this one. 5 as the answer of this one. Okay, let us take a short break and after that we will continue the remaining questions.
Okay, I think everybody got the answer of the previous one, that is m divided by n ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. രണ്ടാമത്തേത് m ഉം ആദ്യത്തേത് n ഉം ആയിരുന്നു. ദാറ്റ്സ് m by n is equal to 5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Find the maximum value of term independent of t in the expansion of t x raised 1 by 5 plus 1 minus x raised 1 by 10 divided by t the whole power 10. What we have to find? We have to find the maximum value of the term independent of x. Term independent of x കണ്ടുപിടിച്ചാൽ പോരാ, അതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുകയും കൂടെ വേണം. അതിൻ്റെ മാക്സിമം വാല്യൂ, ആ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സിൻ്റെ അകത്തുള്ള മാക്സിമം വാല്യൂ ഏതാണ് കണ്ടുപിടിക്കണം, അതിൻ്റെ മാക്സിമം വാല്യൂ. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് ഇതിൻ്റെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എടുക്കാനായിട്ട് NCR 10CR അല്ലേ, a raised t x raised 1 by 5 the whole power n minus r 10 minus r 1 minus x raised 1 by 10 divided by t the whole power r. ഇതാണ് നമ്മുടെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എഴുതാനുള്ള ജനറൽ ടേം. ജനറൽ ടേമിനകത്ത് ടി എന്നുള്ള വേരിയബിളിൻ്റെ റിസൾട്ടൻറ്റ് പവർ 0 ആയിരിക്കും, അല്ലെങ്കിൽ റിസോൾവ്ഡ് പവർ 0 ആയിട്ട് എടുത്താലേ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി വരുള്ളൂ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 10CR ടി റൈസ്ഡ് 10 മൈനസ് ആർ ഇൻറ്റു എക്സ് റൈസ്ഡ് 10 മൈനസ് ആർ ബൈ 5 ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ്ഡ് ആർ ബൈ 10 ഡിവൈഡഡ് ബൈ ടി പവർ ആർ. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ദ പവർ ഓഫ് ടി എടുത്താൽ ടിയുടെ പവർ ന്യൂമറേറ്ററിൽ 10 മൈനസ് ആറും ഉണ്ട്, ഡിനോമിനേറ്ററിൽ ടി പവർ ആറും ഉണ്ട്. അപ്പോൾ എത്ര വരും? 10 മൈനസ് ആർ മൈനസ് ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. മീൻസ് ആർ ഈസ് ഈക്വൽ ടു 10 മൈനസ് 2r is equal to 0, r is equal to 5 എന്ന് വരും. ഓക്കെ, ദ വാല്യൂ ഓഫ് ആർ is equal to 5. സോ നെക്സ്റ്റ് ടേം T6 ആണ് നമ്മുടെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടി. നമുക്ക് പക്ഷേ അതല്ല കണ്ടുപിടിക്കേണ്ടത്. r is equal to 5 കിട്ടിക്കഴിയുമ്പോൾ let us write the term independent of t. Term independent of t ഒന്ന് എഴുതാം നമുക്ക്. that is 10C5 t ഇല്ല, x പവർ 10 മൈനസ് ആർ ബൈ 5, 10 മൈനസ് 5 ബൈ 5, 1 മൈനസ് എക്സ് പവർ ആർ ബൈ 10, 1 ബൈ 2. ഇതാണ് ആ ടേം T6. 10C5 എക്സ് പവർ 1 മൈനസ് എക്സ് പവർ 1 ബൈ 2. ഇതിൻ്റെ മാക്സിമൈസ് ചെയ്യണം. മാക്സിമൈസേഷൻ ആൻഡ് മിനിമൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതൊരു ഡെറിവേറ്റീവിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ലെറ്റ് us ടേക്ക് ദിസ് വൺ ആസ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് എഫ് ഡാഷ് ഈക്വൽ ടു 0 എടുത്ത് ടേണിംഗ് വാല്യൂ കണ്ടുപിടിച്ച് സെക്കൻഡ് ഡെറിവേറ്റീവിലെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. മാക്സിമം ആകാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം, മിനിമം ആകാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കണം. ഏതായാലും നമുക്കിതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 10C5 തന്നെയാണ്. അതിന് മാക്സിമം മിനിമം വാല്യൂ ഒന്നുമില്ല, അത് ഫിക്സഡ് അല്ലേ. അപ്പോൾ പിന്നെ അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് ആയിട്ട് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് റൈസ്ഡ് 1 ബൈ 2 അല്ലേ, ഞാൻ ഇതിനെ അങ്ങ് സ്ക്വയർ ചെയ്തു. എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ. സ്ക്വയർ ചെയ്തിട്ട് മാക്സിമം കണ്ടുപിടിക്കുന്നതും അല്ലാതെ മാക്സിമം കണ്ടുപിടിക്കുന്നതെല്ലാം സെയിം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. മാക്സിമത്തിൻ്റെ പോയിന്റ് മാറില്ല. നമുക്ക് ഫംഗ്ഷനായിട്ട് മറ്റേത് എടുത്താൽ മതിയെന്നേ ഉള്ളൂ, ദീസ് വാല്യൂ എടുത്താൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ മാക്സിമം കണ്ടുപിടിക്കാൻ വി ക്യാൻ സ്ക്വയർ ദ ഫംഗ്ഷൻ, നോ പ്രോബ്ലം. ഈ ഫംഗ്ഷനാണ് ഞാൻ മാക്സിമൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 1 മൈനസ് എക്സ് റൈസ്ഡ് 1 ബൈ 2 സ്ക്വയർ ചെയ്താൽ ഇവിടെ പവർ 1 വരും. സോ അപ്പം ഇതിനെ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് എന്ന് വരും. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ്. ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എത്രയാണ് വരുന്നത്? 2x മൈനസ് 3x സ്ക്വയർ വരും. 2x മൈനസ് 3x സ്ക്വയർ വരും. ഈക്വൽ ടു 0 ഇട്ടാൽ എത്ര വരും? എക്സ് കോമൺ ഫാക്ടർ എടുത്താൽ 2 മൈനസ് 3x ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് എക്സ് ഈക്വൽ 0, എക്സ് ഇസ് ഈക്വൽ ടു 2/3. രണ്ട് ടേണിംഗ് വാല്യൂ ഉണ്ട്. ഈ ഏത് ടേണിംഗ് വാല്യൂവിലാണ് ഫംഗ്ഷൻ മാക്സിമം ആണെന്ന് അറിയുന്നത് എങ്ങനെ? നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കണം. എഫ് ഡബിൾ ഡാഷ് എടുത്താൽ 2 മൈനസ് 6x എന്ന് വരും. 2 മൈനസ് 6x. അതിനകത്തോട്ട്
എക്സിന് 0 കൊടുത്താൽ അത് പോസിറ്റീവ് ആകും. അപ്പോൾ 0-യിലല്ല മാക്സിമം, നെഗറ്റീവ് വരണം. എഫ് ഡബിൾ ഡാഷ് 2/3 ഇട്ടാൽ 2 മൈനസ് 6 ഇൻറ്റു 2/3 ഇട്ടാൽ വരുമ്പോൾ 4 ലെസ് ദാൻ 0. സോ ദിസ് ടേം 10c5 ഇൻറ്റു x ഇൻറ്റു 1 മൈനസ് x റൈസ്ഡ് 1/2 ഈസ് മാക്സിമം വെൻ x ഈസ് ഈക്വൽ ടു 2/3. 2/3 മാക്സിമം. അപ്പോൾ മാക്സിമം വാല്യൂ നമുക്ക് എവിടെ നിന്ന് എടുക്കാം? മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് ടേം ഈസ് ഈക്വൽ ടു 10c5. എക്സിൻ്റെ വാല്യൂ എത്ര? 2/3. 2/3 ഇൻറ്റു 1 മൈനസ് 2/3. 1 മൈനസ് 2/3 ദ ഹോൾ പവർ 1/2. 1/2 എന്ന് പറഞ്ഞാൽ റൂട്ടാണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 10c5? ഓക്കെ, 10c5 അതവിടെ കിടക്കട്ടെ. 10c5 10c5 ഇൻറ്റു 2/3 ഇൻറ്റു ഇവിടെ എത്രയാണ് വരുന്നത്? 1 മൈനസ് 2/3 ക്യാൻ ബി 3 മൈനസ് 2/3. 3 മൈനസ് 2/3 1/3. 1/√3 എന്ന് വരും. ഓക്കെ, ഇനി 10c5 ഏതാ? 10, 9, 8, 7, 6 by 1, 2, 3, 4, 5. ഓക്കെ, 10c2 10 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2. അപ്പോൾ 10c5 എന്ന് പറഞ്ഞാൽ 10, 9, 8, 7, 6 ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5 ഇൻറ്റു 2/3 ഇൻറ്റു 1/√3. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക. 5, 4, ഓക്കെ, 4 2s are 8 ക്യാൻസൽ ചെയ്യാം. 5 ഇൻറ്റു 2 10 വരും. ഓക്കെ, 3 2 ക്യാൻസൽ ചെയ്യാം. എത്ര വരും ബാക്കി? സോ ദ ആൻസർ ഈസ് 56√3. ഓക്കെ, 56√3 is the answer of this one. You simplify the remaining portion. Okay, the answer is 56√3. Next question. In all the words with or without meaning are written using the letters of the word queen are arranged in as in English dictionary, then the position of the word queen. Queen എന്നുള്ള ഇതിലെ ലെറ്റേഴ്സിനെ നമുക്ക് ക്യൂ ഉണ്ട്, യു, ഇ, ഇ, എന്നിനെ എല്ലാ രീതിയിലും നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ, ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് എഴുതി കഴിയുമ്പം ക്യൂൻ എന്നുള്ള വേർഡ് എവിടെ വരും? അപ്പോൾ ഇത് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ പോലെ നമ്മൾ ഇത് എഴുതുകയായിരുന്നെങ്കിൽ ആദ്യമേ ഏതിൽ തുടങ്ങുന്ന വാല്യൂസാണ് വരുന്നത്? ഇയിൽ തുടങ്ങുന്നതല്ലേ വരണ്ടേ? ഇ, ഇ, എൻ, പിന്നെ എങ്ങനെയാണ് വരണ്ടേ? ഇ, എൻ, ക്യു, യു. ഇത്രയും വാല്യൂസാണ്. ഇതാണ് ഇതിൻ്റെ ആൽഫബറ്റിക് ഓർഡർ. അതായത് ഇ തുടങ്ങുന്ന എന്നിൽ തുടങ്ങുന്നത് കഴിഞ്ഞ് നമുക്ക് ക്യു ഈ തുടങ്ങുന്നത് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇയിൽ തുടങ്ങുന്ന എത്ര വേർഡുകൾ ഉണ്ടാകും? ഇ കഴിഞ്ഞ് ഇ വരുന്നതുണ്ട്, ഇ കഴിഞ്ഞ് എൻ വരുന്നതുണ്ട്, ഇ കഴിഞ്ഞ് ക്യൂ വരുന്നതുണ്ട്, ഇ കഴിഞ്ഞ് യു വരുന്നതുണ്ട്. അത്രയും ടേമുകൾ കഴിയണം. അപ്പം നമുക്കിവിടെ 1, 2, 3, 4 പൊസിഷൻസ് ഉണ്ട്. ഈ 4 പൊസിഷനിൽ ഇ എൻ ക്യൂവിനെ പെർമ്യൂട്ട് ചെയ്താൽ മതി. ഇ എൻ ക്യൂ എന്ന് പറയുന്നത് എത്ര വേർഡ് ഉണ്ട്? 4 വേർഡ് ഉണ്ട്. 4 വേർഡ് എന്ന് പറഞ്ഞാൽ 4 ലെറ്റേഴ്സ് ഉണ്ട്. ആ 4 ലെറ്റേഴ്സിൻ്റെ ഓൾ പെർമ്യൂട്ടേഷൻ എത്രയാണ്? 4 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ശരിക്കും ഇയിൽ തുടങ്ങുന്ന 4 ഫാക്ടോറിയൽ വേർഡ്സ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. 4 ഫാക്ടോറിയൽ എത്രയാണ്? 4 ഇൻറ്റു 3 ഇൻറ്റു 2 24 വേർഡ്സ് നമുക്ക് ഇ തുടങ്ങുന്നത് ഫോം ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ നമുക്ക് ഈ എല്ലാം ഇതിൻ്റെ അകത്ത് പോവും. ഇനി നമുക്ക് എന്നിൽ തുടങ്ങുന്ന എത്ര പേരുണ്ട്? എൻ കഴിഞ്ഞും 4 പ്ലേസുകളുണ്ട്. ഈ 4 പ്ലേസുകളിൽ 2 ഈകളും ഉണ്ട്, ഒരു ക്യൂ യു ഉണ്ട്. 4 ലെറ്റേഴ്സ് ഉണ്ട്. 4 ലെറ്റേഴ്സ് ഓൾ എടുത്ത് അറേഞ്ച് ചെയ്താൽ എത്ര ഫാക്ടോറിയൽ വരേണ്ടതാ? 4 ഫാക്ടോറിയൽ വരേണ്ടതാ. പക്ഷേ 2 എണ്ണം ഐഡൻറ്റിക്കലാണ്. ഐഡൻറ്റിക്കൽ ലെറ്റേഴ്സ് വരുമ്പം പെർമ്യൂട്ടേഷൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഐഡൻറ്റിക്കൽ ലെറ്റേഴ്സിൻ്റെ പെർമ്യൂട്ടേഷൻ ഡിസ്കൗണ്ട് ചെയ്യണം. അതായത് ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 2 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഐഡൻറ്റിക്കൽ ലെറ്റേഴ്സിൻ്റെ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം.
സോ ദിസ് ഈസ് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 2 ആണ്. സോ 24 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. ഇനി നമുക്ക് ആരെ തുടങ്ങുന്ന എടുക്കാം? ഇ കഴിഞ്ഞാൽ ക്യൂ എടുക്കും. ക്യൂ കഴിഞ്ഞാൽ ക്യൂ യു ആണ് നമുക്ക്, ക്യൂവിനകത്ത് ക്യൂ യു ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ക്യൂ കഴിഞ്ഞ് നമുക്ക് ഇ വരുന്നത് വന്നിട്ടല്ലേ ബാക്കിയുള്ളത് വരത്തുള്ളൂ. ക്യൂ കഴിഞ്ഞ് 2 ഇ കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ളത് വരത്തുള്ളൂ. എത്ര വരും? ക്യൂ കഴിഞ്ഞ് 2 ഇ കഴിഞ്ഞാൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? പിന്നെ ക്യൂ ഇ ഇ 2 ഇ എടുക്കണമെന്നില്ല. 3 വേർഡ് അവിടെ ക്യൂ ഇ എന്നുള്ള അങ്ങ് ഇത് വെച്ചോ, ഇതിനകത്ത് വരും, അല്ലെങ്കിൽ നമ്മൾ പല പ്രാവശ്യം എഴുതേണ്ടി വരും. അപ്പം there are 3 letters and of which none of them is identical. So ക്യൂ ഇയെ തുടങ്ങുന്ന എത്ര എണ്ണം വരും? 3 ഫാക്ടോറിയൽ വരും. ദാറ്റ് ഈസ് 6 letters, 6 വേർഡ്സ് വരും. അപ്പോൾ അതിനകത്ത് ക്യൂ ഇ ഒക്കെ വന്നോളും, ക്യൂ ഇ എൻ വന്നോളും, ക്യൂ ഇ യു എല്ലാം വരും. ഇനി നമുക്ക് ക്യൂ ഇ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യൂ എന്നെ തുടങ്ങുന്ന എത്ര പേര് വരും? അപ്പോഴും ഉണ്ട് 3 ലെറ്റേഴ്സ് കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. ഈ 3 ലെറ്റേഴ്സിലും ആരൊക്കെയാണ് വരേണ്ടത്? 2 ഇകൾ ബാലൻസ് നിൽക്കുക. എന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇയും പിന്നെ ക്യൂ എന്നും പോയി ഒരു ഇ യു, ഇതിനെ പെർമ്യൂട്ട് ചെയ്താൽ 3 ഫാക്ടോറിയൽ വരേണ്ടതാ. 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയലേ വരുള്ളൂ. സോ വാട്ട് ഈസ് ദ ആൻസർ? 3 ഫോർ ദിസ് വൺ. ഇനി നമുക്ക് തുടങ്ങാം. ക്യൂ കഴിഞ്ഞ് ഇ കഴിഞ്ഞു, ഇ കഴിഞ്ഞു, എൻ കഴിഞ്ഞു, ക്യൂ എൻ കഴിഞ്ഞാൽ പിന്നെ ക്യൂ യു വരും. ക്യൂ യു കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്ന ലെറ്റേഴ്സ് 2 ഇയും ഒരു എന്നുമാണ്. അതിന് വേറെ അറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് വരുന്നത് തന്നെ ക്യൂ യു കഴിഞ്ഞാൽ പിന്നെ 2 ഇയേ വരുള്ളൂ. ഇനി ഒരു ലെറ്റർ കൂടെ ഉള്ളൂ, എൻ. അപ്പോൾ ക്യൂനായില്ലേ? പറഞ്ഞാൽ മനസ്സിലായി. ക്യൂ എൻ കഴിഞ്ഞാൽ ക്യൂ യു എ തുടങ്ങുന്നതാണ് വരേണ്ടത്. ആൽഫബറ്റിക് ഓർഡറിലാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ക്യൂ യു എ തുടങ്ങുന്ന ബാക്കിയുള്ളവരെ ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ ഇ എന്നാണ് വരുന്നത്. ഇവിടെ 3 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ അറേഞ്ച്മെൻ്റ് ഉണ്ട്. പക്ഷേ ആ അറേഞ്ച്മെൻറ്റിൽ ഏറ്റവും ആദ്യത്തെ അറേഞ്ച്മെൻറ്റ് തന്നെ ഇ എൻ എന്നാണ്. കാരണം ഇ എൻ ആണ് പ്രിഫറൻസ് ആയിട്ട് നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് 1. സോ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദിസ് ക്യൂൻ ആഫ്റ്റർ അറേഞ്ചിങ് ഓൾ ദീസ് ഇൻ ഡിക്ഷണറി ഫോം? 24, 12, 36, 6, 42, 3, 45, 1. 46ാമത്തെ വേർഡായിരിക്കും നമ്മുടെ ക്യൂൻ എന്ന് പറയുന്നത്. സോ 46th വേർഡായിരിക്കും നമ്മുടെ ക്യൂൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിനകത്ത് ആൽഫബറ്റിക് ഓർഡറിലുള്ളവരെ അറേഞ്ച് ചെയ്ത് വെക്കുക. അവസാനം വരുന്നത് ക്യൂനായിരിക്കും. ആ ക്യൂനിന് 46th ഓർഡർ ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, ദ നമ്പർ ഓഫ് 7-digit integers വിത്ത് സം ഓഫ് ദ ഡിജിറ്റ് ഈക്വൽ ടു 10. നമുക്ക് സം 10 ആയിരിക്കണം. 7-digit നമ്പേഴ്സാണ് ഫോം ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഒരു നമ്പർ ഫോം ചെയ്യുമ്പോൾ 1, 2, 3, 4, 5, 6, 7 പ്ലേസസ് ഉള്ള ഒരു നമ്പർ ഫോം ചെയ്യണം. നമ്പർ ഫോം ചെയ്യാൻ തന്നിരിക്കുന്നത് 1, 2, 3 മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് മാത്രമാണ് 7-digit ഉള്ള നമ്പേഴ്സ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ റെപ്പറ്റീഷൻ എടുത്താൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല, റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ 1 പല പ്രാവശ്യം എഴുതേണ്ടി വന്നേക്കാം, 2 പല പ്രാവശ്യം എഴുതേണ്ടി വന്നേക്കാം, 3 പല പ്രാവശ്യം എഴുതേണ്ടി വന്നാൽ എന്നാലേ നമുക്ക് 7-digit ഉള്ള ഒരു നമ്പർ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, സം ഓഫ് ദ ഡിജിറ്റ് ഈസ് ഈക്വൽ ടു 10 ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, സം ഓഫ് ദ ഡിജിറ്റ് 10 ആണെങ്കിൽ ഏതായാലും നമുക്ക് 3 കൂടുതൽ പ്രാവശ്യം 3, 3, 3 കഴിഞ്ഞ് ഒരെണ്ണം കിട്ടും. പറ്റുമോ? പറ്റില്ല. 2, 2, 2 കഴിഞ്ഞ് ഒരു 3, 3 ഇട്ടു. സം എത്രയായി? 6, 6, 9, 1, 10. പറ്റില്ല. 2, 4, 6, 6, 9, 1, 10. സം ഓഫ് ദ ഡിജിറ്റ് 10. പക്ഷേ 7 ഡിജിറ്റ് ഇല്ല, 3, 2, 5 ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഇതിന് വരാൻ പറ്റുന്ന കേസുകൾ ഏതൊക്കെയാണ്? നമുക്കൊരു 1, 2, 3, 4, 1 4ആയി. ഇനി നമുക്ക് 4, 1 ആയില്ലേ? 1, 2, 3, 4, 1. 4, 1, 5, 1 എടുക്കാം. 5, 1 പിന്നെ ഒരു 3യും ഒരു 2 എടുക്കാം. നൗ ദ സം ഈസ് 10. നോക്കിക്കേ ശരിയാണെന്ന്. 1, 2, 3, 4, 5, 6, 7 പ്ലേസസ് ആർ ദർ. പ്ലേസ് ഓക്കെയാണ്. സമ്മ് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമേഷൻ നമുക്ക് ചെയ്യാം. ഈ ഫോർമേഷൻ ചെയ്യുമ്പോൾ ഇതിനെ ഡിഫറെൻറ്റ് രീതിയിൽ പെർമ്യൂട്ട് ചെയ്താൽ എത്ര നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാം? ഓർഡർ ഇങ്ങനെ ആയിരിക്കണമെന്നില്ലല്ലോ. വി ക്യാൻ
പെർമ്യൂട്ട് ഓൾ ദീസ് ലെറ്റേഴ്സ് ടുഗെദർ. അപ്പോൾ ഇവിടെ 3 2 5 വണ്ണുകളും 2 ഡിഫറെൻറ്റ് ലെറ്റേഴ്സും. അപ്പോൾ ശരിക്കും 7 എലമെൻ്റ് ഉള്ള എലമെൻസിനെ പെർമ്യൂട്ട് ചെയ്താൽ 7 ഫാക്ടോറിയൽ വരേണ്ടതാണ്. 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ വരും. കാരണം 4 വൺസ് ഐഡൻറ്റിക്കൽ. ഇനി നമുക്ക് അടുത്ത പൊസിഷൻ നോക്കാം. അടുത്തത് ഏതാണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് 2s അങ്ങോട്ട് എടുക്കാം. 2 2 2 6 ആയി. ഇനിയും 1 1 1 1 1 2 3 4 5 6 7 പ്ലേസസ് ഓക്കെ ആയില്ലേ? സം എടുത്ത് നോക്കിയേ, 10 അല്ലേന്ന്. 2 4 6 7 8 9 10. സം ഓഫ് ദ ഡിജിറ്റ് 10 ആണ്. 7 പ്ലേസുകളുണ്ട്. അപ്പം നമുക്കിതിനെ പെർമ്യൂട്ട് ചെയ്താൽ എത്രയാണ് വരുന്നത്? 7 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയലും വരും. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 7 ഫാക്ടോറിയൽ ബൈ 4 അല്ല, 1 2 3 4 5 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എത്രയാണ്? പിന്നെ 7 6 അല്ലേ ഉള്ളൂ, 42. 7 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ എത്രയാണ്? 7 6 5 ബൈ 2 3 2 ഇൻറ്റു 3 6 35 വരും. 35 പ്ലസ് എത്രയാണ്? 42 77. The answer of this question is 77. ഓക്കെ, നമുക്ക് വേറെ ഒരു പോസിബിലിറ്റി ഇല്ല. നമ്മൾ എഴുതി നോക്കിയാൽ കുറേ 1ൻ്റെ കുറേ ഏറെ എഴുതി. 2 3 5 6 1 7 1 ഇട്ടിട്ട് 2 2 ഇട്ടാൽ ഒക്കുമോ? 9 11 ആവും. പറ്റില്ല, സമ്മ പറ്റാനാവില്ല. സോ വി കനോട്ട്. So we have only 2 cases, case 1 and case 2. Okay, let's see the next question. Which of the following is not equal to the coefficient of x raised to n in the expansion of 1 plus x raised to 2n? 1 plus x raised to 2n expand ചെയ്താൽ coefficient of x raised to n ന് ഈക്വൽ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. നമുക്ക് 1 plus x raised to 2n expand ചെയ്താൽ ടേംസ് എങ്ങനെയാണ് വരുന്നത്? 2n c0 പ്ലസ് 2n c1x 2n c2 x സ്ക്വയർ 2n c3 x ക്യൂബ് എക്സെട്ര എന്നല്ലേ പോകുന്നത്. അപ്പോൾ എന്ത് ടേം എങ്ങനെയാണ് വരുന്നത്? 2n cn x പവർ n. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേം. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് റൈസ്ഡ് ടു n ഈസ് നത്തിങ് ബട്ട് 2n cn. ഇതാണ് നമ്മുടെ റിക്വയർഡ് ടേം. അതിന് ഈക്വൽ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു. അതിന് ഈക്വൽ ആണ് 2n cn. അത് ഈക്വലാണ്. ഇനി ഇതിന് ഈക്വൽ അല്ലേ? ഇതൊക്കെ നോക്കുമ്പോൾ ഈക്വൽ ആണെന്ന് പോലെ ഇരിക്കുന്നു. നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇത്? ഈ 2n cn ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയത്. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2n cn ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ. 2n ദ ഹോൾ ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു 2n മൈനസ് n, ദാറ്റ് ഈസ് ഓൾസോ n ഫാക്ടോറിയൽ. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ 2n ദ ഹോൾ ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ വരണം ഇതിന്. ഇവിടെ 2n ദ ഹോൾ ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ എഴുതുള്ളൂ. സോ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു ദാറ്റ്. സോ ദിസ് ഈസ് അവർ റിക്വയർഡ് ആൻസർ. പക്ഷേ ഇത് അതിനോട് ഈക്വൽ ആണോ അല്ലയോ നമ്മൾ എങ്ങനെ അറിയുന്നത്? മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ആയിരുന്നെങ്കിലോ? നമുക്ക് നോക്കാം. ഇത് 2n ദ ഹോൾ ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ എടുത്താൽ 2n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 2 ഇൻറ്റു എക്സെട്ര 3 2 1 വന്ന് തീരും. ബൈ n ഫാക്ടോറിയൽ സ്ക്വയറും ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ അകത്ത് ശരിക്കും 2n ടേംസുകളുണ്ട്. അതിൻ്റെ അകത്ത് ഈവൻ ടേമുകൾക്കകത്ത് നിന്നെല്ലാം നമുക്ക് 2 പുറത്തെടുക്കാം. എത്ര ഈവൻ ടേംസുകളുണ്ട്? 2n ടേംസിനകത്ത് n ഈവൻ ടേംസും n ഓഡ് ടേംസും ഉണ്ട്. n ഈവൻ ടേംസിൽ നിന്ന് 2 പുറത്തെടുക്കുകയാണെങ്കിൽ 2 പവർ n വരും. ഇനി 2n കടന്നിടത്ത് n-ഉം 2n മൈനസ് 2 കടന്നിടത്ത് n മൈനസ് 1-ഉം 2n മൈനസ് 4 കിടക്കുന്നിടത്ത് 3 4. അപ്പോൾ എത്രയാണ് വരുന്നത്? n മൈനസ് 2-ഉം എക്സെട്ര 1 വരെ അത് വരും. പിന്നെയുള്ള ടേംസ് 2n മൈനസ് 1 2n മൈനസ് 3 എക്സെട്ര 3 വരെ വരും. ഹോൾ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ. ഒരു n ഫാക്ടോറിയൽ we can cancel. So the remaining terms of this one is 2 raised to n into 2n minus 1 2n minus 3 etc 1 divided by n factorial. ഇവിടെ 2 ഇല്ല, 3 1 എന്നേ വരുള്ളൂ.
So this is also equal to that. And what is the next term? NC0 square plus NC1 square plus NC2 square plus NCN square. Square. What is that? That is also equal to 2NCN. Okay, this is a standard result in permutation binomial theorem. NC0 square plus NC1 square plus NC2 square plus etc. NCN square ന്റെ sum ആണെങ്കിൽ അത് 2NCN നോട് equal ആയിരിക്കും. Okay, so all the first three terms are equal, and the only one term which is not equal to this one, that is 2n factorial by n factorial, that is our required term. So okay. Next question, 15th one. The number of ways of selecting 15 teams from 15 men and 15 women, such that each team consists of a man and a woman. നമുക്ക് എത്ര men ഉണ്ട്? 15 men and 15 women. We have to form a team consists of a men and women. ഒരു ടീം എടുക്കണമെങ്കിൽ ടീം 1 ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഒരു മെൻ എടുത്താൽ മതി. ഒരു മെൻ എന്ന് പറഞ്ഞാൽ 15 മെന്നിൽ നിന്ന് ഒരു മെന്നിനെ എടുത്താൽ 15C1. ഇവിടെ നിന്നും ഒരു വിമനെ എടുത്തു 15C1. ഇങ്ങനെ നമുക്ക് ഒരു ടീം ഉണ്ടാക്കാം. ഒരു ടീം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടീം 2 ഉണ്ടാക്കണമെങ്കിൽ ഇനി ഇവിടെ റിമൈനിങ് എത്ര മെൻ ഉണ്ട്? 14 ഉണ്ട്. അതിൽ നിന്ന് ഒരാളെ എടുക്കാം 14C1 ഇൻറ്റു ഇവിടെ നിന്നും ബാലൻസ് എത്ര പേരുണ്ട്? 14 ഉണ്ട്. 14C1. 15C1 into 15C1 is 15 square ആണ്. 14C1 into 14C1 is 14 square ആണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര ടീംസ് ഇങ്ങനെ ഉണ്ടാക്കാം? 15 സ്ക്വയർ. T3 കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് 15 സ്ക്വയർ പ്ലസ് 14 സ്ക്വയർ പ്ലസ് അടുത്ത് 13 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. What is the formula of 1 square, 2 square, 3 square, etc. plus 15 square? That is n into n plus 1 into 2n plus 1 divided by 6. So here what is the answer? n in the value 15 വരെ സ്ക്വയർ ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. Sum of the squares of the first 15 natural numbers. What is that? 15 into 16 into 2 into 15 plus 1. 2 into 15 plus 1 is 31 divided by 6. Okay. What is that? 6, 3, 2, 3, 5. You can cancel, and 2, 8. 40 into 31. 1240 അല്ലേ? What is the answer of this one? What is the answer of this one? 40 into 31. 1240. Okay, this is the right answer. We can select this 1240. Next question. Again related to the combinational values, 21C1 minus 10C1, 21C2 minus 10C2, 21C3 minus 10C3, etc. നമുക്ക് പോസിറ്റീവ് ഉള്ളതെല്ലാം ഒരുമിച്ച് എഴുതാം. 21C1, 21C2, 21C10 minus 10C1, 10C2, 10C3, etc. 10C10. ഈ രണ്ടാമത്തെ പോർഷൻ എല്ലാവർക്കും അറിയാം. 10C നോട്ടോട് ഉണ്ടായിരുന്നെങ്കിൽ NC0 പ്ലസ് NC1 പ്ലസ് എക്സെട്ര പ്ലസ് NCN ഇസ് ഈക്വൽ ടു 2 റൈസ്ഡ് n ആണ്. അപ്പം 10C നോട്ട് ഇല്ലാത്ത കൊണ്ട് 2 റൈസ്ഡ് 10 മൈനസ് 1 എന്ന് എഴുതാം. ഇവിടെ ഒരു 10C നോട്ടോട് ഉണ്ടായിരുന്നെങ്കിൽ അത് 2 റൈസ്ഡ് 10 ആയതിനെ. 10C നോട്ടിൻ്റെ വാല്യൂ 1 ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം 2 റൈസ്ഡ് 10 മൈനസ് 1 ആണ് സെക്കൻഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് സീരീസ് പോലെ ആയില്ല.
21C1 മുതൽ 21C10 വരെ വന്നിട്ടുള്ളൂ. നമുക്കതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്ക് ഒരു 21C0 ഇതിനകത്ത് ആഡ് ചെയ്തു, പ്ലസ് 21C1 ഉണ്ട്, എക്സെട്ര 21C10 വരെ ആഡ് ചെയ്തിട്ട് അത് ഇത്ര തന്നിട്ടുണ്ട്. നമുക്ക് 21C11, 21C12 എക്സെട്ര 21C20 വരെ ആഡ് ചെയ്താൽ 11 മുതൽ 20 വരെ ആഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ടൈം ആരാ? 21C1. ദാറ്റ് ഈസ് സെയിം ആസ് 21C20. കാരണം 21C1 ഒരു ടേം എക്സ്ട്രാ ആയിട്ട് വീണ്ടും ആഡ് ചെയ്യണം, 21C21. ഓക്കെ, ഇങ്ങനെ ആഡ് ചെയ്താൽ ഇതൊരു സ്റ്റാൻഡേർഡ് സീരീസ് ആവും. അതാരാന്ന് നമുക്കറിയാം, 2⁻21 ആണ്. കാരണം 21C0 മുതൽ 21C21 വരെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന സീരീസ് എന്ന് പറയുന്നത് 2⁻21 ആണ്. അതിൽ ഇത്രയും ടേംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് അഡീഷണലാണ്, ഇതും അഡീഷണലാണ്, ഇതും നമ്മൾ ആഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് ഇത് എക്സ് ആയിരുന്നെങ്കിൽ ഇതും എക്സ് ആണ്. കാരണം 21C1, 21C20 ഇത് രണ്ട് സെയിം ആണ്. ഇവിടെ അടുത്ത ടേം 21C2, ഇതിൻ്റെ തൊട്ട് പുറകിലുള്ള ടേം 21C19, ഇവർ രണ്ടും ഈക്വലാണ്. അപ്പോൾ ഇത് രണ്ടും എക്സ് ആണ് എന്ന് വിചാരിച്ചാൽ ഇത് 1 ആണ്, ഇതും 1 ആണ്. 1 + 1 2 + 2x is equal to 2⁻21 എന്ന് വരും. 2 പ്ലസ് ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. രണ്ട് 1ഉം 2 പ്ലസ് 2x എടുത്താൽ 2⁻21 വരും. സോ അവർ റിക്വയർഡ് വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു 2⁻21 minus 2 the whole divided by 2. So the first part of this one can be written as 2⁻21 minus 2 whole divided by 2. Okay. Second part 2⁻10 minus 1. 2⁻21 by 2 minus 1 minus 2⁻10 plus 1. Minus 1 ഉം plus 1 cancel ചെയ്ത് പോയി. 2⁻21 divided by 2 is 2⁻20 minus 2⁻10. Any answer given like this? 2⁻20 minus 2⁻10. They don't write 2⁻21 because അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 2⁻20 ഉള്ളൂ. 2⁻20 minus 2⁻10. This is the right answer of this question. Okay. Next one. 17th one. The number of terms in the expansion of 1 minus 2 by x plus 4 by x square the whole power n is given as 28. Then the sum of the coefficient of all the terms in the expansion is. നമുക്കറിയാമല്ലോ ബൈനോമിയൽസ് ദി എക്സ്പാൻഷൻ a plus b raised n contains how many terms? n plus 1 terms ആണുള്ളത്. അപ്പോൾ a plus b plus c the whole power n contains how many terms? n plus 2 terms എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇതിനൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. ദിസ് ഈസ് n പ്ലസ് ഇതിൻ്റെ അകത്തുള്ള ടേം എണ്ണുക n plus 3 minus 1 c3 minus 1. This is a standard result for getting the total number of terms in any multinomial series. ഇവിടെ വരുന്നത് n plus 2 c2 ആണ്. In general ഒരു a1 plus a2 plus etc plus ar the whole power n contains n plus r minus 1 cr minus 1 terms. ഇത്രയും ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇത് ജനറൽ കേസ് ആണ്. a1 plus a2 plus etc plus ar the whole power n contains n plus r minus 1 cr minus 1 ടേംസ് കാണും. ആ ഫോമുല നമ്മൾ a plus b plus c raised n-ലേക്ക് അപ്ലൈ ചെയ്താൽ n plus 3 minus 1, ഇവിടെ അകത്തുള്ളത് 3 ആണ്, ഇവിടെ 6 ആയിരുന്നു. n plus 3 minus 1 c3 minus 1 that is n plus 2 c2. അത്രയും ടേംസ് ഉണ്ട് നമ്മുടെ എക്സ്പാൻഷന്. അത്രയും ടേംസ് ഈസ് ഗിവൺ ആസ് എത്രയാണ്? ദാറ്റ് ഈസ് ഗിവൺ ആസ് 28. 28 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് n plus 2 c2 വിച്ച് ഈസ് ഗിവൺ ആസ് 28. n plus 2 c2നെ എങ്ങനെയാണ് നമ്മൾ മുമ്പ് എഴുതിയത്? n plus 2 into n plus 1 divided by 1 into 2 is equal to 28.
So n plus 2 into n plus 1, which is equal to 56. Can you say a value for n satisfying this? Don't try to make a quadratic equation. അതിനൊക്കെ നമ്മുടെ സമയം പോകുന്നതിലും എളുപ്പമായിട്ട് നമുക്ക് ഇവിടെ n-ന് വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 8 into 7 56 അല്ലേ? അപ്പം n plus 2 is equal to 8 എന്നും n plus 1 equal to 7 എന്നും എടുക്കത്തില്ലേ? We can split that 56 as 8 into 7. So the value of n plus 2 is equal to 8 ആണെങ്കിൽ n is equal to 6 എന്ന് വരും. So we got the value of n as 6. പക്ഷേ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? The sum of the coefficients of all the terms in the expansion is. Sum of the coefficients കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? In a binomial expansion നമുക്കറിയാം a plus b raised n is equal to നമ്മൾ എഴുതുന്ന nc0 plus a raised n, okay, nc1 a raised n minus 1 into b, etc. The last term is b raised n, ncn b raised n. ഇതിനകത്ത് nc0 plus nc1 വരാൻ a is equal to b is equal to 1 കൊടുക്കുമ്പോഴാണ് 2 raised n is equal to nc0 plus nc1 plus etc. plus ncn എന്ന് കിട്ടുന്നത്. So sum of binomial coefficients കിട്ടാൻ വേണ്ടി we should put the value of the variable in the equation is equal to 1 എന്ന് കൊടുത്താൽ മതി. So here the expansion is 1 minus 2 by x plus 4 by x square the whole power n ആണ്. n-ൻ്റെ വാല്യൂ ഓൾറെഡി 6 എന്ന് കിട്ടി. ഇനിയും എക്സിനെല്ലാം വേരിയബിൾസ് ആരൊക്കെ ഉണ്ടോ ആ വേരിയബിൾസിനെല്ലാം 1 എന്ന് കൊടുത്താൽ 1 മൈനസ് 2 പ്ലസ് 4 ദ ഹോൾ പവർ 6 വരും. 3 പവർ 6 വരും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 3 പവർ 6? 3 ക്യൂബ് 27, 3 റൈസ് ടു 4. ഓക്കെ, 3 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എത്ര വരും? വാട്ട് ഈസ് ആൻസർ? 3 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് നമുക്ക് എത്ര എഴുതാൻ പറ്റുന്നത്? 240 എത്ര വരുന്നത്? 243 അല്ലേ? 3 റൈസ്ഡ്, ഓക്കെ. $729. Next question. The term independent of x in the expansion of this one. സാധാരണ ഓർഡിനറി ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ നമ്മൾ എടുക്കുമ്പോൾ NCR a raised n minus r, ജനറൽ ടേം NCR a raised n minus r b raised r എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? കോഎഫിഷ്യൻറ്റ് ദ പവർ ഓഫ് ദി വേരിയബിൾ പവർ ഓഫ് എക്സ് 0 എന്ന് എടുത്താൽ മതി. അത് ഒരു ടേമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ, ഐ മീൻ ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഈ എക്സ്പാൻഷനിട്ട് 1 മൈനസ് 1 ബൈ എക്സ് പ്ലസ് 3 എക്സ് റൈസ്ഡ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 വരുന്നത് കൊണ്ട് ഇവിടുത്തെ 1ഉം ഇതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റും 1 ബൈ എക്സും ഇതിൻ്റെ എക്സ് ഉള്ള ടേമും 3x റൈസ്ഡ് 5ഉം ഇതിൻ്റെ 1 ബൈ എക്സ് റൈസ്ഡ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കോൺസ്റ്റൻ്റ് കൂടെ ആഡ് ചെയ്ത് എടുത്താലേ നമുക്ക് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് us take the term independent of x for the second case. അപ്പോൾ അതിനെ ജനറൽ ടേം 8cr 2x square the whole raised 8 minus r minus 1 by x raised r. ഇതിനകത്ത് ഇതിലെവിടെയോ ആണ് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇവിടെ വരുന്നത്. അതിനൊരു ആറിൻ്റെ വാല്യൂ ഉണ്ട്. നമുക്ക് അതിനെ ഓരോ ടേമും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു ഇത് മൈനസ് 1 ബൈ എക്സ് ഇൻറ്റു ഇത് 3x റൈസ്ഡ് 5 ഇൻറ്റു ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ഇൻ ദ സെക്കൻഡ് എക്സ്പാൻഷൻ. നമുക്ക് ഫസ്റ്റ് എക്സ്പാൻഷൻ്റെയും സെക്കൻഡ് എക്സ്പാൻഷൻ്റെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ 1 ഇൻറ്റു 8cr 2x square the whole raised 8 minus r into minus 1 by x raised rൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പ്ലസ് മൈനസ് 1 by x into 8c
r 2x square the whole power 8 minus r into minus 1 by x raised r plus 3x raised 5 into 8cr 2x square the whole power 8 minus r into minus 1 by x power r. ഇങ്ങനെ 3 ടേം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടൊക്കെ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ഉണ്ടാകുന്നോ അത്രയും ടേംസ് നമുക്ക് ആഡ് ചെയ്തെടുക്കണം. നമുക്ക് നോക്കാം ഈ ഓരോ ടേമിലും ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ഉണ്ടാകുമെന്ന്. ഈ ഫസ്റ്റ് ടേമിൽ നിന്നായിരുന്നെങ്കിൽ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് ഉണ്ടാവണമെങ്കിൽ ദ പവർ ഓഫ് എക്സ് വിൽ ബി 0 ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ പവർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ്ഡ് ടു ദ ഹോൾ പവർ 8 മൈനസ് ആർ, ദാറ്റ് ഈസ് 16 minus 2r minus r. 1x raised r in the denominator. So the resultant power of x in the first expansion, x square raised 8 minus r minus r, because x raised r in denominator. ഇത് 0 ആയിരിക്കുന്ന വാല്യൂ ഓഫ് r ഉണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. രണ്ടാമത്തെ ടേമിൽ നിന്ന് x square raised 8 minus r, that is 16 minus 2r minus താഴെ ഒരു x ഉണ്ട് minus 1 minus r, that is 15 minus 3r is equal to 0 ആകുന്ന ടേം വാല്യൂ ഓഫ് r ഉണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. ആൻഡ് ദ തേർഡ് വൺ ൽ നിന്ന് എത്രയാണ് വരുന്നത് 8cr to x raised 16 minus 2r minus 16 minus 2r minus r and another power of x is 5 in this one plus 5. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരണം. എത്ര വരും? 21 minus 3r is equal to 0. ഇതിൽ നിന്ന് rന് 7 എന്നൊരു വാല്യൂ കിട്ടും. ഇതിൽ നിന്ന് rന് 5 എന്നൊരു വാല്യൂ കിട്ടും. ഇവിടെ നിന്ന് rന് 16/3 ആണ്. അത് അഡ്മിസിബിൾ അല്ല, കാരണം ഇൻറ്റിജർ ആയിരിക്കണം വാല്യൂ ഓഫ് r. നമുക്ക് അഞ്ചാമത്തെ എട്ടാമത്തെ ടേം എടുക്കാം. 5ന്റെ ഹാഫ് 6ന്റെ ഹാഫ് എന്നുള്ള ടേമുകളൊന്നും പറ്റില്ല. സോ r is equal to 5ഉം r is equal to 7ഉമാണ് രണ്ട് വാല്യൂസ് വരുന്നത്. ദെൻ ദ ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഇതിലെ രണ്ട് ടേമിൽ നിന്ന് ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് കിട്ടും. സെക്കൻഡ് ആൻഡ് തേർഡ് ടേമിൽ നിന്ന് നമുക്കതൊന്ന് എഴുതി നോക്കാം. ഏതൊക്കെയാണ്? r is equal to 5 വരുമ്പോൾ സെക്കൻഡ് ടേമിൽ നിന്നും, r is equal to 7 വരുമ്പോൾ തേർഡ് ടേമിൽ നിന്നും, നമുക്ക് ഈ എഴുതി വെച്ചേക്കുന്ന തേർഡ് ടേമിൽ നിന്നും നമുക്ക് ടേം ഇൻഡിപെൻഡൻ്റ് ഓഫ് എക്സ് വരും. സോ നമുക്ക് ആ ടേംസ് ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കാം. അതിൻ്റെ അകത്ത് വാല്യൂ ഓഫ് എക്സ് ഇല്ലാതെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, എക്സ് ഇല്ലാതെ ഈ സെക്കൻഡ് ടേം എഴുതിയാൽ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. എക്സ് ഇല്ല, ഇവിടുത്തെ എക്സ് പോയി. 8c5 -1/5ഉം ഇവിടുത്തെ ഒരു -1ഉം പ്ലസ് ആയിക്കോളും. 8c5 2 raised 8 minus 5, 2 raised 8 minus 5, 2 cube. Okay, 8c5 into 2 cube minus മൂന്നാമത്തെ ടേമിൻ്റെ അകത്തുനിന്ന് എക്സ് പോയി കഴിഞ്ഞാൽ ഒരു 3 ഉണ്ട്, 8c5 ഉണ്ട്. ഓക്കെ, 2 raised 8 minus 5, അത് ദാറ്റ് ഈസ് ഓൾസോ എത്രയാ? 2 raised 8, ഇവിടെ സിംപ്ലിഫൈ ചെയ്താൽ എത്ര വരുന്നത്? 3 into 8c5 into 2 raised 8 minus r minus r. ഫസ്റ്റ് വൺ സിംപ്ലിഫൈ ചെയ്താൽ എത്ര വരും? ncr a raised n minus r b raised r. So we will get 400, and the first one simplify ചെയ്താൽ നമുക്ക് 448 വരും. 448 minus 48 വരും. So the answer for this one is 400 ആണ്.
400 വരും. ഓക്കെ, ആൻസർ ഫോർ ദിസ് വൺ ഈസ് 400. ദാറ്റ് 448 from the second term and 48 from the third term. Okay. Next question. If 27 raised 999 is divided by 7, then the remainder is 27 raised 999 is divided by 7. നമുക്ക് 27 raised 999 ഡിവൈഡ് ചെയ്യണം. ആര് കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് us take this one as 28 minus 1 raised 999 divided by 7 എന്ന് എഴുതാമല്ലോ. ഇത് a minus b raised 999 ആണ്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിരുന്നെങ്കിൽ, മുഴുവൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ വന്നേനെ ഇത്? 28 raised 999 മൈനസ് ഇത് NC0 ഇൻറ്റു NC0 999 C0 ഇങ്ങനെ വരും. ഓക്കെ, മൈനസ് 999 C1 ഇൻറ്റു 28 raised 998 etc. The last term is നമുക്ക് എത്രയാണ് വരുന്നത്? ഇവിടെ -1 ആണ്. The power is also 999. The last term will be -1 ആയിരിക്കും. അതിന് മുമ്പ് വരെയുള്ള എല്ലാ ടേമിൻ്റെയും കൂടെ 28ൻ്റെ പവേഴ്സാണ് വരുന്നത്. കാരണം 28 raised 999 998 etc. The last ടേമിൻ്റെയും കൂടെ ഒരു 28 വരും. ആൻഡ് ഈ ലാസ്റ്റ് ടേം ബി ആയതുകൊണ്ട് ബി പവർ n വന്ന് തീരും. ദാറ്റ് ഈസ് -1 പവർ 999 വന്ന് തീരും. ഹോൾ ഡിവൈഡഡ് ബൈ 7. നമുക്ക് 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെ റിമൈൻഡേഴ്സ് വരത്തില്ല. അപ്പം ഇതിനെ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു 28 ലാംഡ -1 ഡിവൈഡഡ് ബൈ 7 എന്ന് എഴുതാം. സോ ദ ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് കണ്ടെയ്നിങ് 28 ആസ് എ ഫാക്ടർ. സോ വി ക്യാൻ ഡിവൈഡ് 28 ബൈ 7. നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഒരു 1 ഉണ്ട്. ക്യാൻ വി ടേക്ക് ദിസ് -1 ആസ് എ റിമൈൻഡർ ദർ? റിമൈൻഡർ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല നമ്മൾ എഴുതുന്നത്, റിമൈൻഡർ പോസിറ്റീവായിട്ട് എഴുതണം. നമുക്കൊരു കാര്യം ചെയ്യാം. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന്? 28 ലാംഡയുടെ കൂടെ നമുക്കൊരു 7 കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മൈനസ് ഇവിടുന്ന് ഒരു മൈനസ് ഒരു 7 അങ്ങ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു -7. ദാറ്റ് ഈസ് 28 ലാംഡ -7 ഒരു +7 -1. ക്യാൻ വി റൈറ്റ് ലൈക്ക് ദിസ്? ഡിവൈഡഡ് ബൈ 7 ഇങ്ങനെ എഴുതാം. അപ്പോൾ ദ ഫസ്റ്റ് പാർട്ടിനെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. 7 - 1 എന്നുള്ള 28 ലാംഡ -7 28 ലാംഡ -7 പ്ലസ് ഒരു 6 എന്ന് വരും. ഇപ്പോൾ റിമൈൻഡർ ആയിട്ട് ഇവിടെ 28 ലാംഡ -7 നമ്മൾ ഡിവൈഡ് ആയി പോകും 7 കൊണ്ട്. ബാലൻസ് ഉള്ള ടേം +6 ആണ്. ദാറ്റ് +6 ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് when 27 raised 999 is divided by 7. ഓക്കെ, ഇവിടെ -1 വരുമ്പോൾ ഡോണ്ട് ടേക്ക് ദിസ് വൺ ആസ് ദ റിമൈൻഡർ. നമ്മൾ 10നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3s are 9. റിമൈൻഡർ 1. ഇത് +1 എന്ന് എഴുതണം. -1 നമ്മളിവിടെ എഴുതാറില്ല. +1 അവിടെ വരേണ്ടത്. ആ പോസിറ്റീവ് വാല്യൂ റിമൈൻഡറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് -7 നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് സബ്ട്രാക്ട് ചെയ്ത് ഒരു +7 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വെച്ചത്. സോ ഇൻ ആക്ച്വൽ കേസ് വി വിൽ ഗെറ്റ് ദ 6 ആസ് ദ remainder for this question. Okay, next question. Again the coefficient of x raised -5 in the binomial expansion of x plus 1 by x raised to 2 by 3 minus x raised to 1 by 3 plus 1 and x minus 1 divided by x minus x raised to 1 by 2. ഇതിൻ്റെ സിമിലർ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. if x plus 1 എന്നുള്ളതിനെ ഞാൻ പറഞ്ഞിരുന്നു എക്സ് റൈസ്ഡ് 1 by 3 ദ ഹോൾ പവർ 3 പ്ലസ് 1 എന്നുള്ളതിനെ 1 raised 1 by 3 അല്ലെ 1 ക്യൂബും തന്നെ എഴുതിയാൽ മതി. 1 raised 1 by 3 വേണ്ട. ഡിവൈഡഡ് ബൈ എക്സ് റൈസ്ഡ് 2 by 3 മൈനസ് എക്സ് റൈസ്ഡ് 1 by 3 പ്ലസ് 1 മൈനസ് സെക്കൻഡ് ടേമിനെ നമുക്ക് ഓൾറെഡി പറഞ്ഞതാണ് √x -1 ഇൻറ്റു √x + 1 എന്ന് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ ഒരു √x ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് √x - 1 വരും.
ഇവിടെ നമുക്ക് റൂട്ട് എക്സ് മൈനസ് 1 ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് വൺ റൈസ്ഡ് 10 ആണ് പവർ. ഓക്കെ, സോ ന്യൂമറേറ്റർ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് എഴുതുകയാണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എക്സ് റൈസ്ഡ് 1/3 പ്ലസ് 1 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് എ ബി എക്സ് റൈസ്ഡ് 2/3 മൈനസ് എ ബി എക്സ് റൈസ്ഡ് 1/3 പ്ലസ് ബി സ്ക്വയർ 1 ഡിവൈഡഡ് ബൈ എക്സ് റൈസ്ഡ് 2/3 മൈനസ് എക്സ് റൈസ്ഡ് 1/3 പ്ലസ് 1 വരും. സെക്കൻഡ് ടേം റൂട്ട് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എന്ന് വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്താൽ ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് സിമ്പിളായിട്ട് എക്സ് റൈസ്ഡ് 1/3 പ്ലസ് 1 മൈനസ് റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് ഈസ് 1 ആൻഡ് മൈനസ് 1 ബൈ റൂട്ട് എക്സ്, ഇതാണ് നമുക്ക് കിട്ടുന്ന സിംപ്ലിഫൈഡ് ടേം. 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് എക്സ് റൈസ്ഡ് 1/3 മൈനസ് 1 ബൈ എക്സ് റൈസ്ഡ് 1/2 as the simplified form of the function inside the bracket. Okay, ഇവിടെ ഫംഗ്ഷൻ ഇൻസൈഡിൽ വന്നേക്കുന്ന എക്സ് റൈസ് 1/3 മൈനസ് എക്സ് റൈസ് 1/2. നമുക്ക് ഇതിൻ്റെ പവർ 10 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ്ഡ് മൈനസ് 5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. എക്സ് റൈസ്ഡ് 1/3 മൈനസ് 1 ബൈ എക്സ് റൈസ്ഡ് 1/2 the whole power 10. And we have to find the coefficient of x raised minus 5. X raised to minus 5. Okay. And general term of this one can be written as 10CR x raised to 1/3 the whole raised to 10 minus r into minus 1 by x raised to 1/2 the whole power r. പ്രീവിയസ് കേസിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ റിസോൾവ്ഡ് പവർ ഈക്വൽ ടു 0 എന്ന് എടുക്കണം. ഇവിടെ എക്സിൻ്റെ റിസോൾവ്ഡ് പവർ ഇസ് ഈക്വൽ ടു -5 എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണ് എക്സിൻ്റെ പവർ എന്ന് നോക്കിക്കേ. ദിസ് ഈസ് ഈക്വൽ ടു 10CR എക്സ് റൈസ്ഡ് 10 മൈനസ് ആർ ബൈ 3 മൈനസ് 1 റൈസ്ഡ് ആർ ഇൻറ്റു എക്സ് റൈസ്ഡ്, താഴെയുള്ള എക്സിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ -r/2 എന്ന് വരും. So the power of x എന്ന് പറയുന്നത് 10 മൈനസ് ആർ ബൈ 3 മൈനസ് r/2 ആണ്. This should be equal to -5. Previous case this 10 minus r by 3 minus r/2 equal to 0 ആയിരുന്നു. Now this is equal to -5. Simplify this. നമുക്ക് എങ്ങനെ LCM എടുക്കാം? ഇവിടെ 6 20 minus 2r minus 3r which is equal to -5. So 20 minus 5r is equal to 20 minus 5r is equal to -30. Okay. 20 minus 5r is equal to -30 implies 5r is equal to 50. The value of r is equal to 10. We got the value of r is equal to 10. So we have to find that term. നമുക്ക് ആ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റിന് അതങ്ങനെ വാട്ട് ഈസ് ദാറ്റ് ടേം എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് കേട്ടോ. 10 the coefficient of x raised to -5 in the binomial expansion of this one. So we have to find the term. Term ആണ് കണ്ടുപിടിക്കേണ്ടത്. ടേം ഏതാണെന്ന് നോക്കാം നമുക്ക്. Okay. Here the value of n is equal to 10 ആണ്. We got the value of r is also equal to 10 ആണ്. So the term can be written as 10CR into -1 raised r. That is 10C10 into -1 raised 10. What is the value of 10C10 into -1 raised to 10? The answer is 10C10. 10C0, 10C10. Okay, 1 alle. The answer is 1. So which option of this question is the right answer of this one? 1 is the right answer of this question. Okay. So we finished 20 questions from this topic. Okay. In this session we discussed 20 questions. നമ്മൾ ഇത് 20 questions ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം തീർന്നിരിക്കുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ
പെർമുട്ടേഷൻ, കോമ്പിനേഷൻ ആൻഡ് ബൈനോമിയൽ തിയറമാണ്. ചില കേസുകളിലൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് കിട്ടി എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. എനിവേ യു പ്ലീസ് try to study these aspects. Okay, thank you.